ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ ഒരു കിതാബാണ് സബത്ത് എന്ന ഗ്രന്ഥം. ആ കിതാബിൽ ഒരു ചർച്ച കാണാം. എന്താണ് ചർച്ച? സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് മക്കൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ചർച്ച. അവിടെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇടപെട്ട് പറയണത്, ഇനി അഥവാ മക്കൾ ഇല്ലെങ്കിൽ തന്നെ വഫാത്തിന് ശേഷം ദുആ ഇറക്കാൻ കുട്ടികൾ ഉണ്ടോന്നാണല്ലോ ഈ ചർച്ച പ്രസക്തമാകുന്ന പോയിന്റ്. അങ്ങനെ ദുആ ചെയ്യാൻ മക്കൾ ഇല്ലെങ്കിൽ തന്നെ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ഇമാം ബുഖാരി തങ്ങൾക്കുണ്ടല്ലോ. അത് ബാക്കി വെച്ചിട്ടാണല്ലോ ബുഖാരി ഇമാം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത്. ബുഖാരി എന്ന ഗ്രന്ഥം ഉണ്ടാവുന്ന കാലത്തെല്ലാം അത് ദർസ് നടത്തുകയും ഓതുകയും ഓതപ്പെടുകയും വ്യാഖ്യാനങ്ങൾ എഴുതപ്പെടുകയും മുതാല ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലത്തെല്ലാം മുഹമ്മദ് ബിൻ ഇസ്മാഈലുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് അത് ഉപകാരപ്പെടുമല്ലോ. പിന്നെ മക്കളില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇത്രയും പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ വീണ്ടും പറയുകയാണ്, ശരിയാണ്, ഇതേപോലെ നമ്മൾ ഓരോരുത്തരും മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ ഖബർ വെളിച്ചമാവാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇവിടെ ബാക്കിയാക്കിയിട്ട് പോകണം. അതിന് ഇബ്നു ഹജർ തങ്ങൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ദീനീ സംരംഭങ്ങളുടെ, പള്ളിയുടെ, മദ്രസയുടെ, ഖൈറിന്റെ മജ്ലിസുകളുടെ, മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള, ആലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ഇൽമ് ഹയാത്താക്കാനുള്ള സംരംഭങ്ങളുടെ സ്ഥാപനത്തിന്, ദീനിന്, പള്ളിക്ക് ഒക്കെ സഹായിച്ച് ഒന്നിക്കിൽ ജാരിയായ സ്വതക്ക നൽകുക, അല്ലെങ്കിൽ വഖഫ് പോലുള്ള സംരംഭങ്ങളിൽ, സ്ഥിരം സംവിധാനങ്ങളിൽ നമ്മുടെ സ്വൽപ്പം അല്പം പണം നിക്ഷേപിക്കുക. എങ്കിൽ നിന്റെ ഖബർ എന്ന മണ്ണറ മണിയറയാക്കി തരാൻ ആ സംവിധാനം നിനക്ക് മതിയാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ സ്വാലിഹായ മക്കളെ ഇവിടെ ബാക്കി വെച്ച് പോയി മക്കൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന പരമ്പര മുഴുവനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കളാണെങ്കിൽ അവര് മതി നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ. നമുക്ക് എന്താണ് നമ്മൾ മരിച്ചിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ബാക്കിയായിട്ടുണ്ടാവുക? മരിച്ചവരെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കുന്നതായിരിക്കും. മരിച്ചവർക്ക് അള്ളാഹുവുമായിട്ടുള്ള ഡീലിങ്ങിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ പൊതിന് അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇന്നും നാളെയുമായി നമ്മൾ മരണപ്പെട്ടാൽ ആഖിറത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ അസറ്റ് സ്വത്തായിട്ട് കരുതി വെക്കുന്ന സ്വത്തായിട്ട് എന്താണുള്ളത് എന്ന് ആരോടുമല്ല, നമ്മളോട് തന്നെ ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില ഏരിയകളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഒന്നാമത്തത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ അവന്റെ പാരിത്രിക ജീവിതം സന്തോഷമാക്കാൻ ഉപകരിക്കും വിധത്തിലുള്ള സ്വത്ത് ഔലാദുസ് സ്വാലിഹീനാണ്, സ്വാലിഹീങ്ങളായ മക്കൾ. സ്വാലിഹീങ്ങളായ മക്കൾ നമ്മൾ ഇവിടെ മരണപ്പെട്ട് ബാക്കിയായി ഇവിടെ ഉണ്ടെങ്കിൽ മക്കൾ എന്ന നിഅമത്ത് അല്ലാഹു നമുക്ക് നൽകുന്നത് തന്നെ നമുക്ക് അവർ മുഖേന സ്വർഗം കിട്ടാനാണ്. ചെറുപ്പത്തിൽ ആ കുട്ടികൾ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ ജീവിതകാലത്ത് മരിച്ചുപോയാൽ അവർ വെൽക്കം ബാനറുമായി സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കും. ചില മഹാന്മാരുടെ മക്കളൊക്കെ മരണപ്പെട്ടാൽ അവർ സന്തോഷിക്കും. എന്താ കാരണം?
ഈ കുട്ടി ആഖിറത്തിൽ എന്നെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന ബാനറാണല്ലോ, സ്വാഗതം പറയുന്ന കുട്ടിയാണല്ലോ. അതാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ഭാര്യ ഉമ്മു ദർദാ ബീവി കരയുകയാണ്. ഭാര്യയോട് ചോദിച്ചു, ഈ എന്തിനാ കരയണത്? നമ്മുടെ 3 മക്കള് ചെറിയ പ്രായത്തിൽ മരിച്ചിട്ടില്ലേ? അവർ ഫറത്തല്ലേ അബവൈഹി, ഉപ്പക്കും ഉമ്മക്കും സ്വാഗത ബാനറുമായി സ്വർഗത്തിൽ കാത്തിരിക്കുന്നുണ്ടാവൂലേ? മോളെന്തിനെ പേടിക്കണം? മരിച്ചാൽ അവരില്ലേ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എന്ന് പ്രതീക്ഷയോടെ പറയുന്നുണ്ട്. ഇനി നമ്മളെ മക്കൾ ചെറുപ്പത്തിൽ മരിക്കുകയല്ല, ആയുസ്സൊക്കെ കിട്ടി വലുതായിട്ടുണ്ട്, നമ്മളാണ് അവരുടെ മുന്നേ മരിച്ചത് എങ്കിൽ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമ്മുടെ ഖബർ സ്വർഗമാക്കാൻ അവർ മതി. അതിനെന്ത് വേണം? വലദുൻ സ്വാലിഹുൻ, ഒറിജിനൽ മുഅ്മിനായ മോനാവണം നമ്മുടെ മക്കൾ. ആണായാലും പെണ്ണായാലും നമ്മുടെ മക്കൾ നല്ല മുഅ്മിനീങ്ങളാവണം. അതിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരുപാട് വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്. എവിടെ എത്തിയാലും ഏത് ഉസ്താദിനോടും സയ്യിദിനോടും മുത്തബറക്ക് ബിഹിയായി നമ്മൾ കണക്കാക്കുന്ന മഹാന്മാരോടെല്ലാം ഓരോരുത്തരും പറയണം, ഉസ്താദെ എൻ്റെ മോനൊന്ന് നന്നായി കിട്ടണം, മോളെ കാര്യം ഒന്ന് ശരിയാവണം, എൻ്റെ മോൻ ഒരു പുതിയ ലിബറൽ ചിന്താഗതിയിലാണ്, അവനൊരു തരം യുക്തിവാദ ചിന്തയാണ്, നന്നാവാൻ ഉസ്താദ് ഒന്ന് ദ്വാരക്കണം. അതാ 90% ആൾക്കാരും ദ്വാരക്കാൻ പറയില്ല. ആചാര്യങ്ങളെ ഇന്നലെ പരിപാടിക്ക് ഗംഭീര പരിപാടിയായിരുന്നു ഇന്നലെ നടന്നത്, കണ്ടില്ലല്ലോ? ഉസ്താദെ മക്കളെ പോറ്റണ്ടേ, ഷോപ്പ് ഇപ്പം കുറച്ച് ലേറ്റായിട്ടാണ് അടക്കല് എന്ന് കണ്ടോ? പരിപാടിക്ക് വന്നാൽ ദ്വാരക്കാൻ പറയണത് മക്കളെ കാര്യം, പരിപാടിക്ക് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇല്ലായിരുന്നു എന്ന ചോദ്യത്തിനും പറയണത് മക്കളെ പോറ്റണ്ട ഉസ്താദെ, ഷോപ്പ് അടക്കാൻ കുറച്ച് വൈകുന്നുണ്ട്, മക്കളെ കാര്യം. അപ്പൊ ഓരോ ഉപ്പയും ഉമ്മയും ഇവിടെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാ. ആ മക്കളെങ്ങാനും നമ്മളിവിടെ ജീവിച്ച 65 കൊല്ലം 65 വയസ്സിൽ മരണപ്പെട്ട് ഖബറിലെത്തിയിട്ട് ഈ മക്കളെങ്ങാനും വല്ല മുജാഹിദോ ജമാഅത്തോ ആയി തീർന്ന് ഓതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഹാജിയാരെ 65 കൊല്ലം നഷ്ടമായി പോകും. നടത്തിയ കച്ചവടം വമ്പ നഷ്ടമായി പോകും. നമ്മളെ മക്കളൊക്കെ ഒന്ന് സ്വാലിഹീങ്ങളായി കിട്ടണം. അതാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദുനിയാവിൽ പേടിക്കേണ്ട ഒരു പേടി, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് സ്വർഗമായിരിക്കോ നരകായിരിക്കോ എന്നൊരു പേടി ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അത് മക്കളെ വളർന്നു വലുതായതിനു ശേഷമുള്ള ഒരു ആശങ്കയല്ല, ചെറിയ പ്രായം മുതലേ ഈ മക്കളെ നോക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് പറയാത്തൊരു പേടി ഉണ്ടാവണം. ഈ മകനെ കൊണ്ട് ഈ മകളെ കൊണ്ട് എനിക്ക് സ്വർഗമായിരിക്കോ അല്ല നരകായിരിക്കുമോ എന്ന ആശങ്ക, എന്ന പേടി നമ്മുടെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം നമ്മളെ മക്കള് സ്വാലിഹീങ്ങളായി കിട്ടണം. അതിനെന്താ വേണ്ടത്? ഒന്നാമത് വേണ്ടത് മക്കൾക്ക് ചെറിയ പ്രായം മുതൽ തന്നെ ബഹുമാനിക്കേണ്ടവരോടുള്ള ബഹുമാനം നമ്മൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ അത് പറയുന്നുണ്ട്. ഉസ്താദുമാരോടുള്ള, അധ്യാപകരോടുള്ള, ടീച്ചേഴ്സിനോടുള്ള, അയൽവാസികളോടുള്ള ആരെല്ലാം ബഹുമാനിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ടോ അവരോടൊക്കെയുള്ള ബഹുമാനം ഉപ്പയും ഉമ്മയും ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി വളർന്ന് വലുതായാൽ തല തിരിഞ്ഞു പോകും. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും, നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നത് എന്ന് മൂത്താപ്പനോട് പറയും, ഇളയപ്പനോട് പറയും. ഈ മകള് പറയും, എൻ്റെ കല്യാണത്തിന്റെ വിഷയത്തിൽ എന്തിനാ മൂത്താപ്പ ഇടപെടുന്നത്, എന്തിന് എൻ്റെ കാര്യത്തിൽ എന്തിനാ ഈ കാരണന്മാര് അമ്മാവന്മാര് ഇടപെടുന്നത്, ഉപ്പ നോക്കുന്നങ്ങ് നോക്കിയാൽ മതി എന്നൊക്കെ അവൻ പറയണ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവരോടുള്ള ബഹുമാനം നമ്മൾ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഒരു കുട്ടി നന്നാവണമെങ്കിലുള്ള ആദ്യ വഴി അതാണ്. ചെറിയ പ്രായം മുതൽ തന്നെ ആരെയൊക്കെ ബഹുമാനിക്കണമെന്ന് നമ്മളെ മതം പറയുന്നുണ്ടോ അവരോടുള്ള ബഹുമാനമൊക്കെ കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ,
സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മകനാ. ഒരു കുതിരപ്പുറത്ത് നല്ല തലീക്കെട്ടൊക്കെ കെട്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രായമുള്ള ഒരാളെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കണ്ടു. അവിടുന്ന് ഇറങ്ങി വളരെ ബഹുമാനത്തോടെ അയാളെ സ്വീകരിച്ച് തൻ്റെ വിലപിടിപ്പുള്ള തലീക്കെട്ട് അയാൾക്ക് വെച്ചു കൊടുത്തു. ഈ കുതിര നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞ് ഹദിയായി നൽകുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ആൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഉസ്താദിന് അയാൾക്ക് കൊടുക്കാൻ വേറെയും തലപ്പാവുണ്ട്, പിന്നെ മറ്റു വാഹനങ്ങളും ഉണ്ട്. ഈ വിലപിടിപ്പുള്ള കുതിര തന്നെയും ഉസ്താദിന് ഏറ്റവും ഇഷ്ടമുള്ള തലപ്പാവ് തന്നെയും ഇത് തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരിക്കൽ കൊടുക്കാൻ വല്ല കാരണമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മറുപടി എന്താ പറഞ്ഞതറിയോ? ഈ വന്നയാൾ ആരാന്നറിയോ നിനക്ക്? ഇല്ല, എൻ്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സുഹൃത്താണ്. ഉപ്പാനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ് ഉപ്പാരുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കേണ്ട ഒരു ആശയമാണത്. ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരോട്, ഉപ്പാന്റെ അനുജന്മാരോട്, ഉമ്മന്റെ അനുജത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, അവരോടൊക്കെ ഉള്ള ബഹുമാനം ഉമ്മാനും ഉപ്പാനും ബഹുമാനിക്കുന്നതിന്റെ ഭാഗം. അത് പറഞ്ഞ മതാ നമ്മളെ മതം. അങ്ങനെ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദ് എന്നെ മാത്രം ബഹുമാനിച്ചാൽ മതി എന്നുള്ള തിയറി ദർസിലോ മദർസയിലോ കൊടുക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് അല്ലേ ഇഷ്ടമുള്ളൂ എന്ന സ്വാർത്ഥ ചിന്താഗതിയിലേക്ക് എത്തരുത്. അവർക്ക് വലിയ ബഹുമാനം കൊടുക്കണം. ആരോടുള്ള ബഹുമാനം? ആരൊക്കെ ബഹുമാനിക്കാനാണോ മതം പറഞ്ഞത് അവരോടുള്ള ബഹുമാനം കൊടുക്കണം. ഉപ്പാനെ ബഹുമാനിക്കണം എന്ന് ആരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപ്പാനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആള് മക്കൾക്ക് ഉമ്മയാണ്. ഖുർആനിലും ഹദീസിലും കൂടുതലായിട്ട് ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും പഠിപ്പിച്ചത് ഉമ്മാനെ കുറിച്ചായിരിക്കും. ചരിത്രത്തിലും കൂടുതൽ അതൊക്കെ തന്നെ ഉണ്ടാവുക. ബിർറുൽ വാലിദൈനി എന്ന് കിതാബിന് ടൈറ്റിൽ ഉണ്ടെങ്കിലും ഒരുപാട് ചരിത്രങ്ങൾ ഉമ്മാനെ പരിചരിച്ചതും ഹിദ്മത്തെടുത്തതും തന്നെ ഉണ്ടാവുക. അതെന്താ അങ്ങനെ ആയത്? ഉപ്പാനെ ബഹുമാനിക്കണ്ട എന്നതുകൊണ്ടാണോ? അല്ല. അതെന്തുകൊണ്ടോ പിന്നെ ഖുർആനിലും ഹദീസിലും ചരിത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഉമ്മാനെ ബഹുമാനിക്കണം എന്ന് കൂടുതൽ പറയാനുള്ള കാരണം എന്താ? ഉമ്മ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ കാണാത്ത കാലത്തോ ജീവിക്കാത്ത കാലത്തോ ബുദ്ധി വെക്കാത്ത കാലത്തോ സംഭവിച്ചതായിരിക്കും. ഉദാഹരണത്തിന്, ഉമ്മ ഗർഭം ചുമന്ന കാലത്ത് നമുക്കെന്ത് തിരിയാനാ? ഉമ്മ പ്രസവിച്ച കാലം നമുക്കെന്ത് മനസ്സിലാവാനാ? ഉമ്മ മുലയൂട്ടിയ കാലം നമുക്കെന്ത് ഓർമ്മ ഉണ്ടാവാനാ? ഇത് മൂന്നും നമുക്കങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്ത ഒരു കാല. അതുകൊണ്ടാണ് ഉമ്മുക്ക 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 എന്ന് 3 വട്ടം ഹദീസിൽ വന്നത്. പിന്നെ ഉപ്പ കഷ്ടപ്പെടുന്നത് രാവിലെ ഷോപ്പിൽ പോയി പാതിരൊക്കെ വരുന്നു. കഴിഞ്ഞ കൊല്ലം സൗദിയിൽ പോയിട്ട് ലീവ് കിട്ടണില്ല, 2 കൊല്ലമായി വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കാണുന്ന കാര്യം പിന്നെ കൂടുതൽ വയല് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശുക്റുൽ മുൻഇമി വാജിബുൻ. ഇങ്ങോട്ട് ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് നന്ദി ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാലോ. സമജിന വാല ഇഷാറത്ത് കാഫി ഹേ, ഉറപ്പല്ലേ? അപ്പൊ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഉപ്പാനെ കൂടുതൽ പറയാതിരുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ബഹുമാനിക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, വെയിൽ കൊള്ളുന്നത്, മഴ വകവെക്കാത്തത്, മാസ്ക് വിറ്റിട്ടും കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി വിറ്റിട്ടും ചായ 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 എന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാനാണ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് പിന്നെ പറയേണ്ടതില്ലല്ലോ എന്നതുകൊണ്ടാണ് അത് പറയാത്തത് എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ഇതാരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉമ്മ. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ, ഉമ്മാനോടുള്ള ബഹുമാനം, ഉപ്പാനോടുള്ള ബഹുമാനം നിലനിർത്തണം. അത് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ പ്രായം മുതൽ തന്നെ ഇത് കൊടുക്കണം. എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ. ഇത് ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കുമ്പം കിട്ടുന്ന ബിരുദമല്ല സ്വാലിഹ് എന്നുള്ള ബിരുദം. സ്വാലിഹ് എന്ന് വേണമെങ്കിൽ പേരിടാൻ പറ്റും.
അത് ഉണ്ടായിത്തീരണമെങ്കിൽ ഒരുപാട് അദബുകൾ ആ കുട്ടികൾക്ക് കിട്ടണം. ഉപ്പാനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് കുട്ടികൾ വന്നാൽ ഉമ്മ വേഗം സ്വീകരിക്കരുത്. നീ എന്താടാ പറഞ്ഞത്? നീ എന്താ ഉപ്പാനെ പറഞ്ഞതോ? ഉപ്പ ആരാന്നാ നീ വിചാരിച്ചത്? പണ്ട് സൗദിയിൽ നിത്താക്കാത്തിന്റെ പ്രശ്നം വന്നപ്പോ ജോലി ക്യാൻസലായി നാട്ടിലെത്തി. പിന്നെ കുറേ കാലം ഇവിടെ തേരാപ്പാര പല ഷോപ്പും തുടങ്ങി പൊട്ടി, പല സംരംഭങ്ങളും തുടങ്ങി ചാമ്പലായി, പല കച്ചവടം തുടങ്ങി, ഒന്നും ക്ലിക്കായിട്ടില്ല. അവസാനം പിന്നെ ഒമാനിലേക്ക് പോയി. കൊറോണ കാലത്ത് ഷോപ്പ് തുടങ്ങി, അതും പൊട്ടിയിട്ട് നാട്ടിൽ വന്ന് പിന്നെ തിരിച്ചു പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടി. നിനക്കറിയോ, 4 മാസം റെയിൽവേ സ്റ്റേഷനിൽ ചായയും കാപ്പിയും ഒക്കെ വിറ്റിട്ടാ നിനക്ക് ആ ഗാലക്സി J6 ഫോണ് SLC പഠിക്കുന്ന കാലത്ത് ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഫോൺ വാങ്ങി തന്നത്. ഇന്ന് നീ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുമ്പോൾ ഒരു ടൂറിന് വിടാത്തതിന്, ക്യാഷ് കിട്ടാത്തതിന് ഉപ്പാനെ നീ എന്താ പറഞ്ഞത്? നന്ദി കേടുള്ള മനുഷ്യനാവരുതടോ. നീ എന്താടാ ഉപ്പാനെ പറഞ്ഞത്? ഉപ്പ പല ദിവസങ്ങളിലും സുന്നത്തോമ്പ് എടുക്കണത് ഉപ്പാന്റെ തടിക്ക് ആഫിയത്തുള്ളതുകൊണ്ട് മാത്രമല്ല. ഉപ്പ വിചാരിക്കണത് ഞാൻ ഫുഡ് കഴിക്കാതിരുന്നാൽ അത്രയും എൻ്റെ മക്കൾക്ക് ബാക്കി കഴിക്കാലോ. ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ കഴിയാത്തുള്ള കഷ്ടപ്പാടാ. ഉപ്പ ജോലിയില്ലാത്ത കാലത്തൊന്നും നമുക്ക് തിന്നാൻ തരാണ്ടെന്നിട്ടില്ല. ഉമ്മ ഈ അടുക്കള പണി എടുക്കണതും ഈ വീടടിച്ചു വാരുന്നതൊക്കെ ഉപ്പാന്റെ കൈക്കുമ്പിളിൽ നമ്മളെയൊക്കെ വളർത്തി പൊന്നോമനകളായിട്ട് കൊണ്ടുപോകുന്നോണ്ടാ. നിനക്ക് ഉമ്മ ഭയങ്കര ബഹുമാനം ഉമ്മാനോട്, ഉപ്പാനെ വിലയില്ല അല്ലേ എന്ന് ഇത് ആരും പഠിപ്പിച്ചു കൊടുക്കണം? ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും ഉമ്മമാരെ തിരിച്ചാ പറയാ, നീ എന്താടാ കരയുന്നത്? ടൂറിന് പോണ്ടെന്നോ? ആര് പറഞ്ഞു? ഉപ്പ. മക്കളിങ്ങനെ ജയിലിൽ ഇട്ടിട്ട് എന്താ ചെയ്യാ? സഹിക്കുമോനെ. ഉമ്മ 25 കൊല്ലമായി സഹിക്കുകയാണ്. എങ്ങനെയുണ്ട്? നല്ല ഡയലോഗ് അല്ലേ? അടിപൊളി ഡയലോഗ്. പിന്നെ ഈ കുട്ടി എങ്ങനെ നന്നാല്? ചില ആളുടെ വിചാരം സ്ഥാപനത്തിലും പള്ളി ദർസിലും കൊണ്ടുവിട്ടാൽ അങ്ങ് നന്നായി കിട്ടുമെന്നാണ്. നന്നാവണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. നൂഹ് നബിയുടെ മോന് കനാന് ഈമാനില്ലാണ്ട് മരിച്ചാളല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാം വളർന്നു വന്ന സാഹചര്യമൊക്കെ നോക്കിയൊക്കെ എല്ലാം പ്രാതികൂല്യ സാഹചര്യമല്ലേ? സലീഖാന്റെ കൊട്ടാരം, പൊട്ടക്കിണറില്, ജയിലിൽ കള്ളന്മാര് കൊള്ളക്കാരുടെ കൂടെ. എന്നിട്ടിപ്പോ എന്താ പ്രശ്നം? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അർശിന്റെ തണല് കിട്ടുമെന്ന് ഒരു ഹദീസിൽ വന്ന 7 കാര്യങ്ങളും 7ഉം മേളിച്ച ഒരാളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. 7 ഉണ്ട് മഹാന്. അൽ ഖൗലുൻ നാഫി ഫി ബിനാഇൽ മസ്ജിദി വൽ ജാമി എന്ന ഗ്രന്ഥമുണ്ട് സഖാവി ഇമാമിന്. അതിൽ കാണാം അത് വിശദീകരിച്ചിട്ട്. എന്നിട്ടിപ്പോൾ എന്താ യൂസുഫ് നബിക്ക് പ്രശ്നം? അള്ള ഏറ്റെടുക്കുക എന്നുള്ളതാണോ ഒരാൾ നന്നാവുക എന്നുള്ളതിൻ്റെ മാനദണ്ഡം? അതിനെന്താ വേണ്ടത്? അതിനാ മഹാന്മാര് നിർദ്ദേശിക്കണത്. ചെറിയ പ്രായത്തിൽ ബഹുമാനിക്കേണ്ട എല്ലാവരോടുള്ള ബഹുമാനം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സ്കൂളിലെ ഒരു അധ്യാപകൻ, മദർസയിലെ ഒരു ഉസ്താദ്, അവരോടുള്ള ബഹുമാനം ആരാ കൊടുക്കേണ്ടത്? ഉപ്പയും ഉമ്മയും. ഉസ്താദോ അധ്യാപകനോ ഹോംവർക്ക് ചെയ്യാത്തോണ്ട് കുട്ടിനോട് ചൂടായി. അപ്പൊ കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത്. നീ ഹോംവർക്ക് ചെയ്യാത്തോണ്ടല്ലേ, സാർ അത്ര കഷ്ടപ്പെട്ടിട്ടാ എന്നെ പഠിപ്പിക്കണത്, ഉസ്താദ് അത്ര മെനക്കെട്ടിട്ടാ എന്നെ പഠിപ്പിക്കണത്, നീ നന്നാവാനല്ലേ അല്ലേ എന്നാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഏത് സാറ്, ഏത് ഉസ്താദ് കാണാലോ എന്നാ നിങ്ങൾ കയ്യും കയറ്റിട്ട് പണിയെടുക്കണമെങ്കിൽ പിന്നെ ഇതിനെ മദർസയിലേക്ക് അയക്കണത്. അതിനെ കൊണ്ട് എന്താ കാര്യം? ഉമ്മാനോടുള്ള ബഹുമാനം ആര് പഠിപ്പിച്ചു കൊടുക്കണം? ഉപ്പ പഠിപ്പിച്ചു കൊടുക്കണം. നീ ഉമ്മാനെ 2ാം നമ്പർ ആക്കിയിട്ട് ഉപ്പാന്റെ മുന്നിൽ ഭയങ്കര മാന്യൻ. അയ്യടാ, ഉപ്പ ഗൾഫിൽ നിന്ന് വന്നാ നീ ഭയങ്കര സുബീസ്കാരും ഷാറന്നെ. നീ ഉമ്മാനെ തീരെ അനുസരിക്കില്ലേ അല്ലേ? എന്റെ കളിയാൻ കാണിച്ചു തരാം എന്ന് ഉപ്പ സ്ട്രോങ്ങിൽ നിന്ന് കൊടുക്കണം. അല്ലാതെ എന്താടാ കരയുന്നത്? ഉപ്പ വിട്ടാലും പിക്നിക്കിന് പോകണ്ട എന്നാണ് ഉമ്മാന്റെ വർത്താനം. ഉമ്മാക്ക് പൊരുത്തമില്ല പോലും. അപ്പോ ഉപ്പാന്റെ ഡയലോഗ്, ഒരു പൊരുത്തക്കോയിനെ കൊണ്ട് കുടുങ്ങിയല്ല റബ്ബേ. അല്ലോ, എൻ്റെ ഉപ്പാന്റെ ഡയലോഗേ.
ഉപ്പ ദുനിയാവിലാകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ മോനെ നിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് എന്നും കൂടി പറഞ്ഞാൽ ഈ കുട്ടി എങ്ങനെ നന്നാവുക? ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമസൃണമായി പെരുമാറുക എന്നുള്ളതും അവർ തമ്മിൽ എന്നെ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതും മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള ഒരു വഴിയാണ്. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന നാസി നേതാവ്, അദ്ദേഹം വലിയ ക്രൂരനായത് അയാൾ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അയാൾക്കൊരു ആത്മകഥ ഉണ്ട്, മെയിൻ കാഫ്, എൻ്റെ സമരം എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ അമ്മയെ അച്ഛൻ പലപ്പോഴും ആക്രമിക്കാറുണ്ട്, അത് കണ്ടിട്ടാണ് ഞാൻ വളർന്നിരുന്നെന്നാ അയാൾ എന്നെ പറയണത്. നന്നായിട്ട് നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കണം, മക്കളത് കാണണം, ഉമ്മാന്റെ മധുഹ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. ഉപ്പമാരും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ആ വിഷയമൊക്കെ. നമുക്കാകെ ഖുർആൻ അറിയുന്നത് ഒരു സൂറത്തെ കാണാതെ അറിയൂ, ഫാത്തിഹ. പിന്നെ ഒരായത്തും അറിയാം, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, ആണാണ് പെണ്ണിനേക്കാൾ വേൽ. നോക്കി ശരിക്കും ആലോചിച്ച് നോക്കി, ഇസ്ലാമിന്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഇസ്ലാം കൊടുക്കണ അവകാശങ്ങൾ അറിയാത്തോണ്ടാണ് ഈ ഫെമിനിസ്റ്റ് ടീമൊക്കെ ഉറിഞ്ഞു തുള്ളണത്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു 300 കിതാബ് എഴുതാൻ തൗഫീഖ് കിട്ടിയ വലിയ മഹാനാ. ആ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു സ്വന്തം അനുഭവം പറയുന്നുണ്ട് തന്റെ മിനൻ എന്ന ഗ്രന്ഥത്തിൽ. എന്താ പറയണത്? ഷഹറാനി ഇമാമിന്റെ ഭാര്യക്ക് സുഖമില്ല, രോഗത്തില, കിടത്തപ്പായില, എഴുന്നേൽക്കാൻ പറ്റൂല, വളരെ പ്രയാസം അനുഭവിക്കുന്നു. സ്വന്തമായി ടോയ്ലറ്റിലേക്ക് പോകാൻ പോലും കഴിവില്ല, കിടത്തപ്പായിൽ തന്നെ മൂത്രമൊഴിച്ച് കാഷ്ടിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രോഗത്തിലേക്ക് എത്തി. ഷഹറാനിമാം പറയാ, ആ കാലത്ത് എൻ്റെ ഭാര്യക്ക് ഞാൻ ഈ 2 കൈ കൊണ്ട് ഖിദ്മത്ത് എടുത്തു കൊടുക്കും, ആ നജസ് മുഴുവനെ ഞാൻ അങ്ങ് വൃത്തിയാക്കും. എന്തേ? അവൾ എനിക്ക് പലപ്പോഴും ഖിദ്മത്ത് എടുത്ത മോളല്ലേ, അപ്പൊ തിരിച്ചൊരു ഉപകാരം, പ്രത്യുപകാരം വേണ്ടേ? അവളുടെ നജസ്സെല്ലാം ഞാൻ ഈ കൈ കൊണ്ട് വൃത്തിയാക്കും. ഭാര്യന്റെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ബാത്റൂമിലെങ്ങാനും കുട്ടി കാഷ്ടിച്ച ആ നജസിന്റെ പമ്പേഴ്സ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഭാര്യനോട് ചൂടാവും. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തുടരുകയാണ്. എന്താ പറയണത്? കുറേ കാലം എൻ്റെ ഭാര്യ അസുഖത്തിലായി കിടത്തപ്പായയിൽ തന്നെ ആയപ്പോൾ എനിക്കും തോന്നി വേറൊരു കല്യാണം കഴിച്ചാലോ എന്ന്. കാരണം എൻ്റെ ഭാര്യ എനിക്ക് തീരെ ആസ്വദിക്കാനോ അനുഭവിക്കാനോ കിട്ടണില്ല, വേറൊരു കല്യാണം കഴിച്ചാലോ എന്നിങ്ങനെ മനസ്സിൽ നിരന്തരം തോന്നാൻ തുടങ്ങി. അവ ഞാൻ കരുതി, ഞാനിപ്പം വേറൊരു കല്യാണം കഴിച്ച് 2ാം കെട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ നിലവിൽ എൻ്റെ ഭാര്യക്ക് ശരീരത്തിനെ അസുഖമുള്ളൂ, ഞാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യൻ്റെ മനസ്സും തകർന്നിട്ട് മനസ്സിനും വിഷമം വരും. അത് വേണ്ട, എൻ്റെ ആ മോളെ പാവത്തിനെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ ആ കല്യാണം വേണ്ടെന്ന് വെച്ച് ക്യാൻസലാക്കി. 2. 3ാമത് ഷഹറാനി ഇമാം പറയാ, പാതിരാക്കൊക്കെ എൻ്റെ കുട്ടികള് ഉറക്കില്ലാതെ അസുഖം വന്നിട്ടോ മറ്റു പ്രയാസം അനുഭവിച്ചിട്ടോ കരച്ചില് തുടങ്ങിയാൽ ഞാൻ എന്താ ചെയ്യാറെന്നറിയോ? ആ കുട്ടിനെടുത്ത് താലോലിച്ച് അപ്പുറം കൊണ്ടുപോയി നന്നായി ആ കുട്ടിനെ കളിപ്പിച്ച് ഉറക്കാൻ ശ്രമിക്കും. ചിലപ്പോ ആ കുട്ടി ഉറങ്ങിയിട്ടില്ല, സുബി വരൊക്കെ ഞാൻ ഉറക്കുകയും. എന്തിന്? എൻ്റെ ഭാര്യൻ്റെ ഉറക്കം സ്മൂത്തായിട്ട് നടക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇനി നമ്മളോട് ചോദിക്കുക, നമ്മളും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ചരിത്രത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന്? ഭാര്യനെ നന്നായി സ്നേഹിക്കണം, ഭർത്താവിനെ നന്നായി ബഹുമാനിക്കണം. ഇതൊക്കെ മക്കള് കണ്ടാല് ഇനി വേറൊരു പ്രീമെരിറ്ററിയോ കൗൺസിലിങ്ങിന്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. ഉപ്പ തളർന്നിട്ട് വീട്ടിലേക്ക് വരുന്നത് ഭാര്യ ഉമ്മ കാണാൻ. ഉപ്പ ഒന്ന്
ചുമക്കുകയാണ് ഉപ്പ. അപ്പോൾ തന്നെ ഭാര്യ ആ നിസ്കാര കുപ്പായത്തോടെ കിച്ചണിലേക്ക് പോയി വെള്ളം ചൂടാക്കിയിട്ട് കൊടുക്കുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഫാത്തിമ ഹിബ കണ്ടാലേ ഇനി വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള വേറെ ക്ലാസിന്റെ ഒന്നും കോഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പറഞ്ഞതിന്റെ മലയാളം. ഉമ്മാക്ക് അസുഖം വരുമ്പോഴെല്ലാം ഉപ്പ സങ്കടപ്പെടുന്നതും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ആ മെഡിസിൻ ഗുളികയൊക്കെ വായിലിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പാനെയാ കാണുന്നതെങ്കിൽ നമ്മളെ മക്കൾ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഭാര്യനോട് പെരുമാറണം എന്നുള്ളതിൻ്റെ ഓൺലൈൻ കോഴ്സിലൊന്നും പ്രത്യേകിച്ച് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ ഓക്കെ ആയിരിക്കണം. വീട്ടിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല സ്വാലിഹാവുക എന്നുള്ളത്. അത് ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരു അതിഥി വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്ന അതിഥികൾ വലിയ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ നമ്മളെ മക്കൾ ഇങ്ങനെ കാലിന്റെ മേലെ കാല് വെച്ചും സോഫന്റെ മേലെ കാല് വെച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവനിങ്ങനെ തിരുത്തി കൊടുക്കുക. ഉസ്താദല്ലേ, നിന്നെ പഠിപ്പിച്ച കെമിസ്ട്രിയുടെ സാറല്ലേ, തടത് കൊണ്ടുപോടാ, പഠിപ്പിച്ചു കൊടുക്കണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മക്കൾക്ക് മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കലാണ്. ചോക്ലേറ്റും ഫോണും കൊടുക്കലല്ല, ടാബ് കൊടുക്കലല്ല, വൈഫൈ സൗകര്യം ഒരുക്കലല്ല. ഏറ്റവും വലിയ സമ്മാനം മക്കൾക്ക് മര്യാദകൾ, മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ഒന്നാമത്തത്. ബഹുമാനിക്കാൻ ആരെയൊക്കെ നിർദ്ദേശം വന്നിട്ടുണ്ടോ അവരോടുള്ള ബഹുമാനം ഈ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടി ഒരുതരം ലിബറൽ ലോകത്തേക്ക് പോകും. ലൈഫ് ഫോർ എൻജോയ്, എന്റെ ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ, അതിലെന്തിനാ സാർ ഇടപെടുന്നത്? ചില കുട്ടികൾക്കൊന്നും മോറലായ ക്ലാസ് ഇഷ്ടമല്ല, ഉപദേശിക്കുന്ന ഇഷ്ടമല്ല. ആണിനും പെണ്ണിനും ഒരേ ബാത്റൂമും ഓരോ ടോയ്ലറ്റും ആവുന്നത് ആഘോഷിക്കപ്പെടുന്ന ക്യാമ്പസുകളുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഒരേ ബാത്റൂമും ടോയ്ലറ്റും ആയത് ആഘോഷിക്കപ്പെടുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് നമ്മളെ മക്കൾ നന്നാവാൻ പെരുത്ത് പണിയുണ്ട്. അതിന് ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം നിർദ്ദേശിച്ച കുറേ കാര്യങ്ങൾ ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്നുണ്ട്. അതങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തത് സുയാനത്തുൻ അൻ ഖുറനാഇ സൂ, മക്കളുടെ കൂട്ടുകാരെല്ലാം നല്ല കൂട്ടുകാരാണ് എന്ന് ഉറപ്പുവരുത്തണം. അൽ മർഉ അലാ ദീനി ഖലീലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരാൾ തന്റെ കൂട്ടുകാരൻ ജീവിക്കുന്നത് പോലെയാ ജീവിക്കുക. പേരുള്ള കുടുംബത്തിലാണ് വളർന്നതെങ്കിലും അവന്റെ കൂട്ടുകാർ പലതരം വൃത്തികേടുകളുടെ വക്താക്കളാണെങ്കിൽ അവൻ പതിയെ പതിയെ അതിലേക്ക് ചെന്നെത്തും. ഔറത്ത് മറച്ച് ശരിയാം വണ്ണം വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ മോളാണെങ്കിൽ തന്നെയും കോസ്മെറ്റിക്സിന്റെയും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒക്കെ കാലത്ത് നമ്മളുടെ മകൾ പഠിക്കുന്ന ക്യാമ്പസുകൾ വൃത്തികേടുകളുടെ ഈറ്റില്ലങ്ങളായി മാറുന്നുണ്ടെങ്കിൽ നമ്മളെ മകളും ഒരുതരം ഫാഷനിന്റെ ലോകത്തേക്ക്, ഒരുതരം വൃത്തികേടുകളുടെ ലോകത്തേക്ക് പതിയെ പതിയെ എത്തിച്ചേരുന്നതാണ്. അതാ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ഒരു കൂട്ടുകാരനെ സെലക്ട് ചെയ്യുമ്പോൾ നന്നായി ആലോചിച്ചിട്ട് വേണം കൂട്ടുകാരെ സെലക്ട് ചെയ്യാൻ. ഒരു ഉദാഹരണം പറയാം. ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, സംഘാടകർ എന്നോട് ചോദിച്ചു, ഉസ്താദിന് കട്ടൻ ചായ വേണോ, സാധാരണ വെള്ളം വേണോ, ചുടുവെള്ളം വേണോ? ഞാൻ പറഞ്ഞു, അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ, വെള്ളം ചുടുവെള്ളം ആയിക്കോട്ടെ. അങ്ങനെ കൊണ്ടുവച്ചു. പ്രസംഗത്തിന്റെ ഇടയിൽ അവരോട് ചോദിച്ചു, വെള്ളം എവിടെ? ഒരു ഗ്ലാസ് നേരത്തെ ഒഴിച്ചു വെച്ച വെള്ളം എനിക്ക് തന്നു. അവിടെ ഇരുന്നിട്ട് കുടിക്കുമ്പോൾ ടു കോൾഡ് ആണ്, ഫ്രിഡ്ജിൽ വെച്ച ഫീലിംഗ് ആണ്. ഞാൻ ചോദിച്ചു, നിങ്ങളോടല്ലേ പറഞ്ഞ തണുത്ത വെള്ളം വേണ്ട, ചുടുവെള്ളം മതി?
ഉസ്താദെ ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് ഗ്ലാസ്സിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞപ്പോൾ ഒഴിച്ചതായിരുന്നു. ആ വെള്ളത്തിന് ചൂടുണ്ടായിരുന്നു, പക്ഷെ കൂളറിന്റെ അടുത്ത് വെള്ളം വെച്ചത് കൊണ്ട് അതിന്റെ ചൂട് പോയതാണ്. കണ്ടോ, നല്ല ചൂടുള്ള വെള്ളം ചങ്ങായിന്റെ പരം കൂടിയപ്പം കാറ്റുപോയി. 10ാം ക്ലാസ് വരെ നമ്മളെ മോളെ ഫാത്തിമാനെ, അബ്ദുള്ളയെ അവ്വൽ വക്തിൽ സുബഹിസ്കരിക്കണം, ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കണം, ശരിയാവണ്ണം വസ്ത്രം ധരിക്കണം, ഹെയർ സ്റ്റൈൽ മദീന കൾച്ചർ ആവണം എന്നതൊക്കെ പഠിപ്പിച്ചതാ. പക്ഷെ ഹയർ സെക്കൻഡറിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് അവിടെ ഒരു തരം വൃത്തികേടുകളുടെ കലാലയത്തിന് ഏറ്റവും വൃത്തികേട് നടക്കുന്ന ഭൂമികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അവ്വൽ വക്തിൽ നിസ്കരിക്കണം എന്നുള്ള ചൂടൊക്കെ പോയിട്ട് ഓൻ ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ ഒരു തണുപ്പനായി മാറും. ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അതിനനുസരിച്ച് കുട്ടികൾ നന്നാവുകയും ചെയ്യും, മോശാവുകയും ചെയ്യും. ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നതെന്ന് ശരിക്കും ആലോചിക്കും. അപ്പൊ എൻ്റെ മകളുടെ കൂട്ടുകാരികൾ ആരൊക്കെ, എൻ്റെ മകന്റെ കൂട്ടുകാർ ആരൊക്കെ, ഇതാരാ നോക്കേണ്ടത്? ഉപ്പിയുമ്മയാണ്, മാതാപിതാക്കളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ നന്നാവും എന്ന് വിചാരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഉസ്താദുമാരെയൊക്കെ ഏൽപ്പിക്കും ചില രക്ഷിതാക്കൾ. ഉസ്താദെ എൻ്റെ മോൻ്റെ മുടി ഉസ്താദ് നോക്കണം, നഖം ഉസ്താദ് നോക്കണം, വസ്ത്രവും നോക്കണം എന്ന്, പാൻറ് ഉസ്താദിനെ നോക്കണേന്ന്. ഉസ്താദ് എന്തെല്ലാം നോക്കേണ്ടത് ഈ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ? 7:20 ഇവൻ വരത്ത്, 7 മണിക്കാണ് മദ്രസ തുടങ്ങുന്നെങ്കിലും 8:05 ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ബസ് വരുന്നുണ്ട്, അവൻ പോവുകയും ചെയ്യും. 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഇപ്പം നോക്കേണ്ടത്? നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത് ഓട്ടോറിക്ഷന്റെ മുമ്പിലുള്ള ടയറാണ് മക്കള്, ബേക്കിലത്തെ 2 ടയറാണ് ഉപ്പയും ഉമ്മയും ഉസ്താദുമാരും അധ്യാപകരും. ടയർ ഒരാളുടേതും പഞ്ചറാവാതിരുന്നാലേ കുട്ടി സ്മൂത്തായിട്ട് പോവുള്ളൂ. പലപ്പോഴും ഉസ്താദുമാരെയും കുട്ടികളെയും ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് ഉപ്പിയും ഉമ്മയും കാണിയായിട്ട് ഒരു A+ കുറഞ്ഞു അങ്ങനെ അഭിപ്രായം പറയണ്ട, നിങ്ങളും കൂടി കളത്തിൽ ഇറങ്ങണം. ആകെ 3/4 മണിക്കൂറേ ഉസ്താദിന്റെ കയ്യിൽ കുട്ടിയുള്ളൂ. ബാക്കി 23 സംതിങ് മണിക്കൂറുകൾ നമ്മുടെ കയ്യിലാണ് കുട്ടികളുള്ളത്. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അവന്റെ കൂട്ടുകാർ ആരാവണം, അവൻ പഠിക്കുന്ന കലാലയം ഏതാവണം, അവൻ ജോയിൻ ചെയ്യുന്ന ദർസ് ആരുടേതാവണം, അവന്റെ അധ്യാപകൻ അവന്റെ ഉസ്താദ് ആരാവണം. ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. എവിടെയെങ്കിലും പഠിപ്പിക്കണ്ടേ എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഖബർ എന്ന ലോകം സ്വർഗമാക്കി തീർക്കാൻ നമ്മളെ മക്കളെ കൊണ്ട് കഴിയും. അതിന് ഈ ജീവിതകാലത്ത് കുറച്ചൊന്ന് കഷ്ടപ്പെടണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിലെ പണ്ഡിതനാണ്. മഹാന് ഉപ്പ നന്നായി കിതാബ് വാങ്ങിക്കൊടുക്കും. ആ കാലത്തെ പല ആലിമീങ്ങളും ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും കിതാബുകൾ കളക്ട് ചെയ്യാൻ പറ്റിയത്? പലരുടെയും കയ്യിലില്ലാത്ത കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, എവിടുന്നാണ് ഇത്രയും പണം? എൻ്റെ ഉപ്പ വാങ്ങിത്തരുന്നതാണ്, ആവശ്യമുള്ളതെല്ലാം എൻ്റെ വാപ്പ വാങ്ങിത്തരും. ആ ഉപ്പ ഇൽമിനെ വല്ലാതെ സ്നേഹിച്ച വാപ്പയായിരുന്നു. ആ വാപ്പ വഫാത്തായ അന്ന് മുതൽ എല്ലാ ദിവസവും ഇശാ നിസ്കാര ശേഷം കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ജുസ്ഉകളായി ദീർഘനേരം ഖുർആൻ ഓതും ഈ മഹാനായ പണ്ഡിതൻ. എന്നിട്ട് അള്ളാഹുവിനോട് ദുആരക്കും. ആ ദുആ എന്തിനാ? ഉപ്പാന്റെ ഖബർ ഒന്ന് സ്വർഗാവാൻ, ഈ ഖുർആനിന്റെ ബർക്കത്ത് അവിടെ എത്തിച്ചേരാൻ. ആ ദുആ ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് ഉപ്പ വഫാത്തായി 1 മാസം കഴിഞ്ഞപ്പോൾ ആ ഉപ്പ ഈ മകന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്ന വാക്കുകൾ ഉണ്ട് കിതാബിൽ. എന്താ വർത്താനം എന്നറിയോ? ജസാക്കല്ലാഹു ഖൈറൻ, മോനിക്ക് അല്ലാഹ് വലിയ പ്രതിഫലം തരട്ടെ. മോൻ ഓതുന്ന ഖുർആൻ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ട്. എന്തൊരു സന്തോഷാണെന്നറിയോ? എന്തൊരു സന്തോഷാണെന്നറിയോ? മോൻ ഇനിയും തുടരണം, ഓതിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ നമ്മളെ മക്കൾ ഇവിടെ ഉണ്ടാവണം.
റീൽസുകളുടെ കാലത്ത്, സോഷ്യൽ മീഡിയയിൽ തെറ്റുകൾ അധികരിക്കുന്ന കാലത്ത്, തെറ്റുകൾ അഭിമാനമാവുന്ന കാലത്ത് നിങ്ങൾക്ക് പ്രേമമുണ്ടെങ്കിൽ പെണ്ണിന്റെ പേരെഴുതൂ, ആ പേര് ബോക്സിൽ സ്ഥാപിക്കൂ. ആ പെണ്ണുമായി നിങ്ങൾക്ക് കണക്റ്റ് ആക്കി തരാൻ നമ്മളുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ ക്യാമ്പസിൽ അരങ്ങുവാഴുന്ന കാലത്ത് നമ്മളെ മക്കള് നന്നായി കിട്ടണമെങ്കിൽ കൂട്ടുകാരെ പെരുത്ത് അധ്വാനിക്കണം, പണിയെടുക്കണം. തെറ്റുകൾ മാടി വിളിക്കുന്ന കാലം, തെറ്റ് ചെയ്യുന്നവർ ക്യാമ്പസിൽ നേതാക്കളാവുന്ന കാലം, ആ കാലത്തല്ലേ നമ്മുടെ മക്കൾ ഹയർ സെക്കൻഡറിയിലും ആർട്സ് ആൻഡ് സയൻസിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കേണ്ടത്. ആ കാലത്ത് മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഡിഗ്രി കൊണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയതുകൊണ്ടും ആവില്ല. നമ്മളെ വീട്ടിൽ നിന്ന് ഇസ്ലാം നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് വേണ്ടത്. അതാണ് പറയുന്നത് സുയാനത്തുൻ അൻ ഖുറനാഇ സൂഅ്. എന്റെ മകൻ ആരോടൊപ്പം കൂട്ടുകൂടുന്നോ അതിനനുസരിച്ച് ആ കുട്ടി നന്നാവുമോ മോശമാകുമോ എന്ന് നമുക്ക് വിധി എഴുതാം. അതാ രണ്ടാമത്തെ. 3, നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് പ്യുവർ ഹലാലായിരിക്കും. പൂർണ്ണമായ ഹലാല് മാത്രമേ കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റുള്ളൂ. അവിടെ തന്നെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്റെ ഭാര്യ, നിന്റെ കുട്ടി ജനിച്ച ഉടനെ, നിന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാല് ഹലാലായി തുടങ്ങണം. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ആദ്യം ആ കുട്ടി കഴിച്ചു തുടങ്ങുന്നത് നിന്റെ ഭാര്യയുടെ മുലപ്പാല. അതിന് നീ ഭാര്യക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം. അതിന് നിന്റെ അധ്വാനിക്കുന്ന പണം, നീ സമ്പാദിക്കുന്ന പണം ഹലാലാവണം. ആരെയും പറ്റിച്ചിട്ടാവരുത്. കച്ചവടം വഞ്ചനയുടേതാവരുത്. തട്ടിപ്പിന്റെ ബിസിനസ്സുകൾ, ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലത്താ പലരോടും കടം വാങ്ങി പറ്റിച്ച് പലരുടെയും മനസ്സിന് തൃപ്തിയില്ലാതെ നീ പല പണങ്ങളും വസൂലാക്കിയിട്ടാണ് നിന്റെ കച്ചവടം തുടങ്ങിയതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ലാഭം ശുഭത്താണ്, പലപ്പോഴും ഹറാമിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് നീ വെണ്ടക്കയും തക്കാളിയും ഉള്ളിയും വാങ്ങുന്നതെങ്കിൽ, മാംസവും മത്സ്യവും വാങ്ങുന്നതെങ്കിൽ, അതല്ലേ നിന്റെ ഭാര്യ കഴിക്കുന്നത്? ആ ഊർജത്തിലല്ലേ മുലയിൽ പാല് വരുന്നത്? ആ പാലല്ലേ കുട്ടി കുടിക്കുന്നത്? ആ കുട്ടി നന്നാവണമെന്ന് നീ കുറെ ദുആർന്നിട്ട് എന്ത് കാര്യം? എവിടുന്ന് ദുആന് ഉത്തരം കിട്ടാനാ? ഹറാം. ആ കുട്ടി കഴിച്ച ഫുഡ്, നീ കഴിച്ച ഫുഡ് ഹറാം. ഹറാം. നീ കുടിച്ച പാനീയങ്ങൾ, നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന വെള്ളം, അതും ഹറാം. ഹറാം. നീ പെരുന്നാളിന് വാങ്ങിക്കൊടുത്ത വസ്ത്രം അത് ഹറാമല്ലേ? എങ്ങനെ പിന്നെ ദുആന് ഉത്തരം കിട്ടാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്. പ്യുവർ ഹലാലായിരിക്കണം. ഒരു അറബിയെയോ ഒരു ബോസിനെയോ ഒരു മുതലാളിയെയോ ഒരു പ്രിൻസിപ്പളെയോ ഒരാളെയും പറ്റിച്ചിട്ട് ശമ്പളം വാങ്ങാൻ പാടില്ല. ഒരാളെയും. പല ബിസിനസ്സുകളും ഹറാമുകൾ അരങ്ങുവാഴുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ധനം പ്യുവർ ഹലാലാവണം. എനിക്ക് കഴിവില്ലാത്ത ഒരു കഴിവ് അഭിനയിച്ചിട്ട് ഒരു ചികിത്സ ഞാൻ നടത്തി, എനിക്ക് ആ ചികിത്സ അറിയില്ല, അയാളെ മുന്നിൽ ആ ചികിത്സ ഞാൻ അഭിനയിച്ചിട്ട് ഒരു ചികിത്സ നടത്തി, എന്നിട്ട് അയാളുടെ രോഗം മാറി, എന്നാൽ എനിക്ക് ഫീസ് വാങ്ങാൻ പറ്റോ? ഫിഖ്ഹിൽ ചർച്ചയുണ്ട്, പറ്റൂല. നമ്മുടെ സമ്പാദ്യം മുഴുവനും പ്യുവർ ഹലാലായിരിക്കണം. ഒരാളെ മുന്നിലും ഒന്നും കഴിവുണ്ടെന്ന് അഭിനയിക്കരുത്. ഒന്നും അഭിനയിക്കാൻ പാടില്ല. ഞാൻ വലിയ മഹാനാണ് എന്ന് നമുക്കാർക്കും തോന്നരുത്. നമ്മളോട് ദുആ ചെയ്യിപ്പിച്ച പലരും സിറാത്ത് പാലത്തിലൂടെ പോകുമ്പോ ഇടയിലൊന്ന് താഴേക്ക് നോക്കിയാൽ ഒരുപക്ഷെ നമ്മളെ താഴെ കാണേണ്ട ഗതികേട് വരാൻ പാടില്ല. അതിന് നമ്മൾ സമ്പാദിക്കുന്ന ഓരോ പണവും നമുക്കർഹമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് സമ്പാദിക്കേണ്ടത്. ആളെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ അയാള് കുറച്ച് പൈസ തരും സംഭാവനയായിട്ട്. വീട്ടിൽ നിന്ന് ചോദിച്ചാൽ അയാൾ അയാളുടെ കഷ്ടപ്പാട് പറയും. എങ്കിൽ അയാളെ നിർബന്ധിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് സംഭാവന നടത്താൻ പറ്റുമോ എന്ന് ചർച്ചയുണ്ട് നമ്മളെ മതത്തിൽ. ഇബ്നു ഹജർ തങ്ങൾ വിശാലമായി തന്റെ തഹ്രീറുൽ മഖാലിൽ എഴുതി വെക്കുന്നുണ്ട്, അത് പിടിച്ചുപറിയുടെ ഹുക്കുമിൽ പെടുന്ന പണമാണ്.
അതുകൊണ്ട് നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കിയാൽ ആ സ്ഥാപനത്തിൽ എന്ത് ബർക്കത്തുണ്ടായാല്, അവിടെ പഠിച്ച കുട്ടികൾ എങ്ങനെയാ പ്രതിഭകളാവല്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ മക്കള് സ്വാലിഹീങ്ങളാവണം. സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം ഉടനെ എഴുന്നേറ്റു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പലതവണ കണ്ടു. എന്തേ അബൂ ദുജാന, എന്താ മോനെ നീ രാവിലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റു പോകുന്നത്? അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലേ? അള്ളാഹുവിലേക്ക് ആവശ്യമില്ലേ? ദുആയിലും ദിക്റിലൊന്നും പങ്കെടുക്കുന്നില്ലേ? അബൂ ദുജാന റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്താണ്? എൻ്റെ മക്കൾ പട്ടിണിയിലായി കിടന്നുറങ്ങുന്ന മക്കളാണ്, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ ജീവിക്കുന്ന കുടുംബമാണ്, രാത്രി കരഞ്ഞു കരഞ്ഞ് കഷ്ടപ്പെട്ട് കിടന്നുറങ്ങുന്ന മക്കൾ. രാവിലെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടുകാർ ഒരു ജൂതന്റെ വീടാണ്. ആ വീട്ടിലെ ഈന്തപ്പന മരത്തിൽ നിന്ന് കാറ്റടിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ എൻ്റെ വീട്ടിലെ പറമ്പിലേക്ക് മുറ്റത്തേക്ക് പഴുത്തതും മറ്റുമായ ഈത്തപ്പഴം വീണിട്ടുണ്ടാകും. എൻ്റെ മക്കള് രാവിലെ എഴുന്നേറ്റ ഉടനെ പട്ടിണി കൊണ്ടത് തിന്നും. അവർക്കറിയില്ലല്ലോ ഇതെന്നെ സ്വത്താണെന്ന്. മക്കള് പട്ടിണി കൊണ്ട് തിന്നുന്നതാണെങ്കിലും എൻ്റെ മക്കൾക്ക് അത് അർഹമായതല്ലല്ലോ എന്ന് ചിന്തിച്ച് രാവിലെ ദുആഇനും ദിക്റിനൊന്നും ഇരിക്കാതെ ഞാൻ പെട്ടെന്ന് പോവുകയാണ് നബിയേ. ആ ഉപ്പയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. എത്ര കഷ്ടപ്പാടായാലും ലോണെടുക്കുന്ന പരിപാടി ഒരു മുഅ്മിനിന് അനുവദനീയമല്ല. പലിശയുടെ ഒരു ബന്ധവും നമുക്ക് പറ്റൂല. അതിന് ന്യായങ്ങളും മസാലകളും ഖീലയും ഖൗലും പറഞ്ഞു തരാൻ പല മുറി മൗലിയാമാരും നമുക്കുണ്ടാവും. നമ്മൾ ആഖിറം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ മുളച്ചിരിക്കുന്ന മാംസം നേരെ പോകുന്നത് നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ. വിശന്നിട്ടുള്ള തൻ്റെ പേരക്കുട്ടികൾ സക്കാത്തിന്റെ ഈത്തപ്പഴം വായിലിട്ട സമയത്ത് കാരുണ്യത്തിന്റെ കടലായ നേതാവായിരുന്നിട്ടല്ലേ വിരലിട്ടിട്ട് വായിൽ നിന്ന് തോണ്ടിയെടുത്തില്ലേ? എൻ്റെ പേരക്കുട്ടികളുടെ വായിൽ വയറ്റിൽ അർഹമായതും അനർഹമായതൊന്നും എത്തരുതെന്ന് ചിന്തിച്ച ഉപ്പാപ്പയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സമ്പാദിക്കുന്നത് പണം ഹലാലാവണം. കളവ് പറഞ്ഞിട്ടൊരു കച്ചവടവും നടത്തരുത്. ഒരു 500 രൂപ ലാഭം കിട്ടിയിട്ട് എന്താ വേണ്ടത് മോനെ? ഈ 60 കൊല്ലം ആ 500 രൂപന്റെ കാരണം കൊണ്ട് നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ ദുനിയാവിലെ 60 കൊല്ലം നഷ്ടമല്ലേ മോനെ? സ്വത്ത് വിൽക്കുന്ന സമയത്ത് കളവ് പറയുക, സാധനം വിൽക്കുന്ന സമയത്ത് പല കളവും പറയുക, അതൊന്നും നമുക്ക് പറ്റൂലല്ലോ. മുസ്ലിമിന്റെ ജീവിതം ഇത് ചെറിയ ജീവിതമാണ് മോനെ. കോടിക്കണക്കിന് കാലം ജീവിക്കേണ്ട സ്വർഗം അല്ലാഹു ഓഫർ ചെയ്തത് വെറുതെ അല്ലല്ലോ. അതുകൊണ്ട് നീ സമ്പാദിക്കുന്നത് എവിടുന്നാണ്, സമ്പാദിച്ച പണം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ നിന്റെ കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂലെന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സമ്പാദിക്കുന്ന ഹലാലാവണം. കളവ് പറഞ്ഞാൽ 1000 രൂപ ലാഭം കിട്ടും. അവിടെ കളവ് പറയാതെ നമ്മൾ ആ 1000 വേണ്ടാന്ന് വെച്ചു. നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾ പലരും മുതലാളിയോട് കളവ് പറഞ്ഞിട്ട് ആ 1000 വസൂലാക്കുന്നുണ്ട്. നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. സ്റ്റാഫുകൾ പലരും പറഞ്ഞു, നീ ഭയങ്കര സൂഫിയായിട്ട് നമുക്കാണ് കിട്ടുന്ന ആനുകൂല്യമൊക്കെ കുറയുന്നത്. നമ്മളത് വേണ്ടെന്ന് വെച്ചാൽ ദുനിയാവ് തന്നെ അതിൻ്റെ ഡബിൾ ലാഭം അല്ലാഹ് തരും.
ശരിക്കും ഈ സലീഹ എന്ന പെണ്ണ് പലപ്പോഴും യൂസുഫ് നബിയെ പറ്റിക്കാനും തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെ വിളിച്ചിരുന്നു. അതിനൊന്നും യൂസുഫ് നബി നിന്നോടുത്തിട്ടില്ല. അതിന് അള്ളാഹു ഈ ദുനിയാവും തന്നെ സലീഹയെ സുന്ദരിയാക്കി വയസ്സൊക്കെ കുറച്ചിട്ട് അള്ളാഹ് ഭാര്യയാക്കി ഹലാലാക്കിയിട്ട് കൊടുത്തു. മൻ തറക്കലില്ലാഹി സുബ്ഹാനഹു വ തആല. ഒരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഓട്ടോ ഡ്രൈവർ, ടാക്സി ഡ്രൈവർ പെണ്ണുങ്ങൾ ആണ് കയറിയത്, പ്രായമുള്ള ആളാണ് കയറിയത്. പറ്റിക്കാനുള്ള എല്ലാ ഗോൾഡൻ ചാൻസും ഉണ്ട്. ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, റെയിൽവേന്ന് ഇവിടം വരെ എത്തിയിട്ട് പറഞ്ഞു 500 രൂപയേ ഉള്ളൂ, എത്ര ചാർജ് ആയതെന്ന് അറിയില്ല, വലിയ ഉപകാരമായി, കുറേ ചാർജ് ആയിട്ടുണ്ടാവും, പൊരുത്തപ്പെടണേ 500 ആകുള്ളൂ, ഹോസ്പിറ്റലിൽ കുറേ ക്യാഷ് ചിലവായി, ഒന്നും ക്യാഷ് ഇല്ല, ഈ 500 കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നാളെ എൻ്റെ മോനോട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിട്ട് അയച്ചു തരാം. സത്യത്തിൽ ഇവിടെ 300 ആയിട്ടുള്ളൂ. 200 പറ്റിക്കാനുള്ള ഗോൾഡൻ ചാൻസ്. നമ്മൾ പറഞ്ഞു അത് കുഴപ്പമില്ല, 200 ബാക്കി കൊടുത്തിട്ട് പറഞ്ഞു 300 ആയിട്ടുള്ളൂ ഉമ്മാന്ന്. കളവ് പറഞ്ഞാൽ 500 600 ഒക്കെ സമ്പാദിക്കാൻ പറ്റുന്ന ചാൻസിലാണ് 200 കൊടുക്കുന്നത്. എന്തിന്? CCTV ഇല്ലോണ്ടും പിന്നെ ഓട്ടോ ടീമിൻ്റെ കമ്പനി ടീം കുഴപ്പാക്കുന്നുണ്ടൊന്നും അല്ല, കേസ് പേടിച്ചിട്ടല്ല, ലില്ലാഹി തആല അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് 200 തിരിച്ചു കൊടുത്തു. ഉറപ്പ് മൂപ്പരിക്ക് അടുത്തയോ ഇന്ന് രാത്രിക്കുള്ളിലുള്ള ട്രിപ്പിൽ 400 ലാഭം കിട്ടുന്നത് ഇപ്പോൾ ഒരു ട്രിപ്പ് ആരെങ്കിലും വിളിക്കും. ഒന്നിക്കിൽ കോൾ ട്രിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ കൈ നീട്ടിയിട്ടായിരിക്കും. അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹു. അതിന് പകരം അള്ളാഹു ആഖിറത്തിലല്ല ദുനിയാവും തന്നെ തരും. അതുകൊണ്ട് പറ്റിച്ചിട്ട് പണം വസൂലാക്കരുത്. എന്താ അങ്ങനെ ഒരു 500 കിട്ടിയിട്ട് വേണ്ടത്? ഇപ്പോൾ എന്താ ഇപ്പൊ കിട്ടിയിട്ട് വേണ്ടത്? എന്താ അതിനെ കൊണ്ട് കാര്യം? കഫം പുടക്ക് കീശില്ലല്ലോ ഒന്ന് കൊണ്ടുപോവാന്. എന്തപ്പോ കൊണ്ടുപോവാ കഫം പുടയിൽ? എന്താ എത്ര മരണങ്ങളാ! ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരുടെ മരണങ്ങൾ ഇങ്ങനെ ചുറ്റുവട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എത്ര മരണങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബേ, അവിടെ നമ്മളെ സമ്പാദ്യം ഹലാലായാലേ മക്കള് നന്നാവുള്ളൂ. ഹറമൈൻ ഇമാം ഒരു അനുഭവം പറയുന്നുണ്ട്. അവരുടെ വാപ്പ വലിയ പണ്ഡിതനാ, ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു. ഹറമൈൻ ഇമാം ജനിച്ച ഉടനെ ഭാര്യയോട്, അഥവാ ഈ കുട്ടീൻ്റെ ഉമ്മനോട്, മഹാന്റെ ഭാര്യയോട് പറഞ്ഞു, നീ അല്ലാത്ത ഒരാളും എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കരുത്. ആ കാലത്ത് ഈ പാല് കൊടുക്കുന്ന സ്ത്രീകൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു. എന്തേ കാരണം? നിനക്ക് ഞാനല്ലേ ചെലവിനായിരുന്നത്, ഫുഡ് ആയിരുന്നത് അല്ലേ, അത് പ്യുർ ഹലാല. പിന്നെ മറ്റടിമ സ്ത്രീകളൊക്കെ ചിലപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടിയും ഖിദ്മത്തിനൊക്കെ വന്നാൽ ഇവിടെ വരും. അവരുടെ പാലൊന്നും എൻ്റെ കുട്ടിക്ക് കൊടുക്കരുത്. കാരണം അവർ ഹിയർ ആൻഡ് എയർ സമ്പാദിക്കും. ഹലാലല്ലാത്തതൊക്കെ ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നാണ് അവരുടെ മുലയിൽ പാലുണ്ടാവുക. അത് നീ കൊടുക്കരുത്. അങ്ങനെ തന്നെ ജീവിച്ചു പോകുമ്പോൾ ഒരു ദിവസം ഈ ഉമ്മ മുറ്റത്തെങ്ങാനും ഇറങ്ങിയ സമയത്ത് ആ വീട്ടിൽ ജോലി ചെയ്യുന്ന അടിമ സ്ത്രീ കുട്ടി കാലിട്ട് കരയുന്ന സമയത്ത് വേഗം മാരടത്തിലേക്ക് ചേർത്ത് പാല് കൊടുക്കുന്നതാ ഹറമൈൻ ഇമാമിൻ്റെ വാപ്പ ജുവൈനി ഇമാം കാണുന്നത്. പിടിച്ചു വാങ്ങിയിട്ട് കാല് മുകളിലേക്കാക്കി തല താഴെയായിട്ട് വിരലിട്ടിട്ട് ഛർദിപ്പിച്ചു. എന്തിന്? എൻ്റെ മോൻ്റെ വായിൽ ഹലാല് മാത്രം ഉണ്ടാവണം. ഈ ഹറമൈൻ ഇമാം 2 ഹറമിലും ദർസ നടത്തിയോണ്ടാ ഇമാം ഹറമൈനി തങ്ങൾ എന്ന പേരിലായത്. ഗസാലി ഇമാമിന്റെ പ്രധാനപ്പെട്ട ഉസ്താദായി. എങ്ങനെ ആവാതിരിക്കുക? 100 കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദാ, അനവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാ, ഷാഫി മദബിന് വലിയ ഖിദ്മത്തെടുക്കാൻ തൗഫീഖ് കിട്ടിയ ആളാ. എന്തുകൊണ്ട്? വിത്ത് ഗുണം 10 ഗുണാണ്. അതാണ് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നജ്മുദ്ദീൻ അൽ ഗസ്സി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യക്ക് കൊടുത്ത മെഹറും പിന്നീട് ഭാര്യക്ക് കൊടുക്കുന്ന ചെലവിന്റെ പണവും പൈസയും പ്യുർ ഹലാലാണെങ്കിൽ ആ ദമ്പതിമാർക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളായി തീരും. അപ്പൊ ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കണം. സ്വർണ്ണക്കടക്കാരും പല പലിശ ഇടപാടുള്ള ബിസിനസ്സുകൾ നടത്തണ കാലം. വില കുറഞ്ഞ സമയത്ത് സ്വർണം തരാം, നിങ്ങളുടെ കല്യാണ സമയത്ത് സ്വർണം തരാം, പൈസ ഇപ്പം അടച്ചാൽ മതി, പണിക്കൂലി ഇല്ലാതെ തരാം, അങ്ങനെ പല ബിസിനസ്സുകളും ഉണ്ട്.
അതൊക്കെ നമുക്ക് ഫിഖ്ഹിൽ പറ്റുമോ ഇല്ലയോ എന്ന് അതതു നാട്ടിലെ നമുക്ക് പരിചയമുള്ള ഫിഖ് അറിയുന്ന ആലിമീങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ ഒരു ബിസിനസ്സിലും നമ്മൾ ഏർപ്പെടരുത്. അങ്ങനെ എങ്ങാനും നമ്മളെ മകൾക്ക് സ്വർണം വാങ്ങിക്കൊടുത്താൽ അല്ലെങ്കിൽ മോൻ്റെ മഹർ വാങ്ങിക്കൊടുത്താൽ ഇവൻ തന്നെ സ്വർണം വാങ്ങിയാൽ ഇതൊരു ഹലാലല്ലാത്ത ക്രയവിക്രയത്തിലൂടെ ഇടപാടിലൂടെ വന്നെങ്കിൽ ഈ മഹർ കൊടുത്തിട്ടാണല്ലോ ഈ പെണ്ണ് ഹലാലായി കിട്ടുന്നത്. ഇതിലൂടെ ഉണ്ടാവുന്ന മക്കൾ എങ്ങനെയാ സ്വാലിഹീങ്ങളാവുക? അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ കുട്ടി ലഹരിയിൽ പെട്ട് MDM ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തി അല്ലെങ്കിൽ വേറെ ലവ് അഫെയറിൽ പെട്ട് പിന്നെ കൺസൾട്ടിങ്ങിന് കൗൺസിലിങ്ങിന് ദ്വാരപ്പിക്കാൻ കൊണ്ടുവരുന്നതിനേക്കാൾ ഭേദം പ്രീ വർക്കുകൾ നേരത്തെ തന്നെ നടത്തണം. ഇതിലൊന്നും പെടാതിരിക്കാനുള്ള പണി നേരത്തെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ മൂന്നാമത്തെ പറഞ്ഞത് ഹലാലായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ്. 4, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് സ്വാലിഹീങ്ങളുടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് കൂടുതൽ നല്ലത് ഉമ്മമാരാണ്. കാരണം ഉപ്പമാർക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെവിന്ന് അഴിച്ചു വെച്ചാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ഉപ്പമാർക്ക് അതിന് സമയം കുറവായിരിക്കും. ഉപ്പമാരും സമയം കണ്ടെത്തിയിട്ട് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതെന്തിന്? ആ മക്കളുടെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ചെറിയ പ്രായത്തിൽ തന്നെ ഉറക്കാൻ വേണ്ടി രൂഢമൂലമാവാൻ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ പ്രായത്തിൽ കുട്ടികളെ LKG UKG ഉള്ള പ്രായം 2ാം ക്ലാസ് 1ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളോട് ഉമ്മ ചോദിക്കുക, മോക്ക് റിഫായ് ഷേഖിനെ അറിയോ? ഇത് റിഫായ് ഷേഖിന്റെ മാസല്ലേ? ഉമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ. റിഫായ് ഷേഖിന്റെ വീട്ടില് ഒരു കള്ളം കയറിയ കഥ പറഞ്ഞു തരട്ടെ. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊടുത്ത് റിഫായ് ഷേഖിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി ആ കള്ളന് മാപ്പ് നൽകിയതും പിന്നീട് ആ കള്ളൻ നന്നായ കഥ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭാവിയിൽ ആ കുട്ടിക്ക് മനസ്സിൽ റിഫായ് ഷേഖ് വലിയ മഹാനായിട്ടുണ്ടാവും. മോൾക്ക് മൊഹിയുദ്ദീൻ ഷേഖിന്റെ കഥ പറഞ്ഞു തരട്ടെ. ജീലാനി തങ്ങളെ പറഞ്ഞു തരട്ടെ. പൊന്നു കൊടുത്തിട്ട് കള്ളന്മാരെല്ലാം നന്നായ ഒരു കഥ ഇങ്ങനെ കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന് കയ്യിലെ പൊന്നു കൊടുത്തോവർ. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തെന്ന് കരുതാ. ഈ കുട്ടി ജീവിതത്തിൽ കളവറിയൂല. ഇപ്പൊ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്ക് പരിചയമുള്ള ഒരാള് പറഞ്ഞു, അയാൾ വിദേശത്താണ്. അയാൾ നാട്ടിലെത്തിയപ്പോൾ ഒരു അനുഭവം പറഞ്ഞു. അയാള് വീട്ടിലെ ഒരു ഇലക്ട്രിക് ഉപകരണം നിലത്ത് വീണ് പൊട്ടിയത്ര, ഡാമേജ് ആയി. ഡാമേജ് ആയ സമയത്ത് ആരാണ് ഇത് പൊട്ടിച്ചത് എന്നിങ്ങനെ പലരും അന്വേഷിക്കുന്നു. ആരും ഞാനല്ല എന്ന് പറയുന്നതല്ലാതെ സമ്മതിക്കുന്നില്ല, ഞാനാണെന്ന് സമ്മതിക്കണില്ല. ഒരു ടാബാണ് വീണ് പൊട്ടിയേക്കണത്. അതാകെ കൊളായിട്ടുണ്ട്. എന്താ ഇപ്പൊ ചെയ്യ? ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ. സ്കൂളിൽ ചേരേണ്ട പ്രായമായിട്ടില്ല. LKG ചേരേണ്ട പ്രായമായില്ല. 3.5 ആ ഒരു അറൗണ്ട് പ്രായം. ഓനേതായാലും മേലെ തട്ടിന്റെ മേലെ നിന്ന് എടുത്തിട്ട് താഴെ ഇടൂല എന്ന് ആ വീട്ടുകാർ കൈക്ക് കണ്ടതിന് ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ ഓനെ കേസ് വിസ്തരിക്കണില്ല. ബാക്കിയുള്ളവരോടൊക്കെ ഇങ്ങനെ ചോദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. മോൻ വന്നിട്ട് പറയാ, ഞാനാണ് പൊട്ടിച്ചത്. നീ എങ്ങനെ പൊട്ടിച്ചത്? ഞാൻ അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതല്ല. പിന്നെ ഞാൻ ഒരു സ്റ്റൂൾ എടുത്തിട്ട് മേലേന്ന് ആ ടാബ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് താഴെ വീണ് പൊട്ടിയതാണ്. പിന്നെ ഞാൻ താഴെ അവിടെ വെച്ചിട്ട് പോയതാണ്. അതെന്താ നീ കളവറിയാതെ സത്യം പറഞ്ഞത്? ഉമ്മയല്ലേ പറഞ്ഞേ ജീലാനി തങ്ങളൊന്നും ആരോട് കളവ് പറഞ്ഞിട്ടില്ലാന്ന്. ആ വാക്കിന്റെ ശക്തിയൊക്കെ ഉമ്മയല്ലേ ഇപ്പൊ അടുത്ത് കഥ പറഞ്ഞേ ജീലാനി തങ്ങൾ ആരോട് കളവ് പറഞ്ഞിട്ടില്ല. കണ്ട, ലിയൻ അരിസ ഫീഹി, കുട്ടികളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കും ഹുബ്ബ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത്.
ഇതൊന്നും നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിലോ, ഗൾഫിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് ഖത്തറിൽ നിന്ന് ഷിർക്കായിട്ട് തിരിച്ചു വരുന്നതാണ്. എന്തുകൊണ്ട് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബിരിയിലെ കണ്ട് കൂടിക്കാഴ്ച ഉച്ചകോടി നടത്തിയിട്ടല്ല, പിന്നെ ആ റൂംമേറ്റ്സുകാർ വഹാബികളായിരിക്കും. ഇവനിക്കാണെങ്കിൽ ചെറുപ്പത്തിൽ ഇതൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്ന. സ്വാലിഹീങ്ങളോടുള്ള ചരിത്രം, അതിന് ഉമ്മമാര് നല്ല ചരിത്രം പഠിക്കണം. അബുൽ ഹസൻ ഷാദുലി തങ്ങളെ കുറിച്ച് ഇന്ന് മദ്രസയിൽ ഉസ്താദ് പറഞ്ഞു തന്നിരുന്നു. ഉമ്മ എന്തെങ്കിലും കഥ പറഞ്ഞുതരോ എന്ന് ചോദിച്ചാൽ സഹോദരിമാര് ഉരുണ്ട് കളിക്കേണ്ടി വരും. അബുൽ ഹസൻ ഷാദുലിയ അതാരാ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ നീ കല്യാണം കഴിച്ചിട്ട് വിജയിക്കണം എന്ന്. കഥ ഉള്ള പെണ്ണിനെ കെട്ടണം എന്നാ പറയുന്നതിന്റെ അർത്ഥം. കഥ വേണം. ഫൽഫർ ബിദാത്തി ദീൻ. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഗാമിയും പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. ഓ, ഇത്ര ആളുണ്ടല്ലോ ഇവിടെ. അടുത്തത് നമ്മളെ മക്കള് നന്നാവാനുള്ള അടുത്ത വഴി, ഓരോ സമയത്ത് ചെയ്യേണ്ട മര്യാദകൾ അതത് സമയത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് ഉറക്കത്തിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികളെ നേരത്തെ ഉറക്കണം. ചെറിയ പ്രായത്തില് പല വീടുകളും 12:30, 11:30, 12 മണിയൊക്കെ ആയിട്ടും ലൈറ്റ് ഓഫ് ആവണില്ല, ഉറങ്ങണില്ല. കുട്ടികൾ ഇങ്ങനെ കളി തന്നെ. എന്നിട്ട് പിറ്റേന്ന് 8 മണി 9 മണി വരെ ഉറങ്ങുക. പേരിനൊരു വെക്കേഷൻ മദ്രസയും. ശനിയും ഞായറും മാത്രം കുട്ടികൾ മദ്രസയിൽ പോവുക. ബാക്കിയുള്ള ദിവസമൊക്കെ ഓന് ഉറങ്ങൽ തന്നെ. സത്യത്തിൽ ഈ രാവിലെ മദ്രസയിൽ പോവുക എന്ന് പറയുന്നത് മദ്രസന്റെ പ്രാധാന്യം മാത്രമല്ല, രാവിലെ എണീക്കുക എന്ന് പറയുന്ന ഒരു ബർക്കത്തും കൂടി കുട്ടികൾക്ക് കിട്ടണം. വെള്ളിയാഴ്ച ഓഫാണെങ്കിൽ തന്നെയും ആ സമയത്ത് കുട്ടികളെ ഉണർത്തണം. കും ബാക്കിറൻ നിം ബാക്കിറൻ, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഏർലി വൈക്കപ്പ് ഏർലി സ്ലീപ്പ്. നമ്മുടെ ഒക്കെ വീടുകളിൽ ഇപ്പൊ ദുരന്തമായിട്ടുള്ള ഒരു പ്രശ്നം, നേരത്തെ ഉറങ്ങൂല, വളരെ വൈകും. സുബീന് ശേഷം ഉറങ്ങുകയും ചെയ്യും. അതോടുകൂടി ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്ത് കുറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഉണ്ടല്ലോ, എൻ്റെ ഉമ്മത്തിന് നീ പ്രഭാതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ ബർക്കത്തായിരിക്കും. സുബീന് ശേഷം ഉറങ്ങരുത്. നിങ്ങൾ ഉമ്മമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഔറാദുകളൊക്കെ ചൊല്ലിത്തീർത്ത്, ഖുർആനൊക്കെ ഓതി തീർന്ന്, വിർദുൽ ലത്തീഫും ദലായിൽ ഖൈറാത്തൊക്കെ ചൊല്ലിത്തീർത്ത് മൂപ്പര് അല്ലെങ്കിൽ ആ പെണ്ണുങ്ങള് അടുക്കളപ്പണിയും മുറ്റടിച്ചു വാരുന്നതൊക്കെ രാവിലെ തന്നെ തീർന്നാലുണ്ടല്ലോ, ഒരു 10 മണി 9:30 ആകുമ്പോഴേക്ക് ആ വീട്ടിലെ എല്ലാ പണിയും തീർന്നിട്ടുണ്ടാവും. നാസ്ത ആയിട്ടുണ്ടാവും മാത്രമല്ല, ഉച്ചക്കത്തെ ചോറും കറിയും വരെ ആയിക്കഴിഞ്ഞിട്ടുണ്ടാവും. 9:30 10 മണി ആകുമ്പോഴേക്ക് ഈ രാവിലെ ചെയ്യുന്ന കാര്യത്തിന് ഭയങ്കര ബർക്കത്തായിരിക്കും. ഇനി രാവിലെ തന്നെ ഉറങ്ങിക്കൂടി ഗൾഫിന്റെ കൾച്ചറൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആളാണെങ്കിൽ, ഗൾഫിൽ നിന്ന് വന്ന കുറേ സാധനങ്ങളാണ് കസേര നിസ്കാരം, രാവിലത്തെ ഉറക്ക്, പാതിര വരെ 12:30 വരെ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് കളിപ്പിക്കുക. ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഏതാ ഫ്ലൈറ്റ് എന്ന് ഓർമ്മയില്ല, ആടുന്ന് കയറി വന്നതാ. പിന്നെ സാധാരണക്കാരെ ആലിമീങ്ങളെ വേഷം ധരിക്കലും ഗൾഫിൽ നിന്ന് വന്നതാ. ശരിക്കും നമ്മൾ ആലോചിക്കണം ഓരോന്നും. നമുക്ക് ഇസ്ലാം എന്താണോ പറഞ്ഞത് ആ റൂട്ടിനപ്പുറം നമ്മൾ സഞ്ചരിക്കരുത്. ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിനപ്പുറം നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. രാവിലെ ഉറങ്ങി ഒരു 9:30 10 മണിക്ക് അടുക്കളപ്പണിക്കും വീട്ടു ജോലിയിലും ഇടപെട്ട സ്ത്രീയാണെങ്കിൽ ഉച്ച 3:30 4 മണിയായാലും പറയും, അടുക്കളപ്പണി എടുത്തിട്ട് നടുവോടിന് എത്ര കാലാന്ന് റബ്ബേന്ന്. ഒരിക്കലും ഒന്നും പൂർത്തിയാവില്ല. ഒരു എഞ്ചിനീയർ
അയാൾ രാവിലെ തന്നെ മൂപ്പരുടെ 5 സൈറ്റിൽ പോയി വന്ന് ഒരു 11 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ട് പറയും ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഒരു 10, 10:30, 11 മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഉറങ്ങി ഒരു 8:30, 9:00, 10 മണിക്ക് എണീറ്റിട്ടാണ് പോയതെങ്കിൽ മഗ്‌രിബിനും 3-ാമത്തെ സൈറ്റിലുണ്ട് അത്രേ, ഇനിയും 2 സൈറ്റിൽ പോകുന്നത്, അത് പെൻഡിങ്ങിലാണ്, നാളെ പോവാം. കണ്ടോ, എന്റെ ഉമ്മത്തിന് രാവിലെ ബർക്കത്ത് ചെയ്തു എന്ന് പറഞ്ഞത് നുബുവത്തിന്റെ ചുണ്ടോണ്ടാ, റസൂലുള്ള പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ബർക്കത്താ. വളരെ വിശദമായി ഇമാം നവവി റഹിമഹുള്ളയുടെ റൂസുൽ മസായിൽ എന്ന കിതാബിലുണ്ട്. അതിൽ പറയുന്നതാണ്, എടോ രാവിലെ വല്ലാത്ത ബർക്കത്തുള്ള സമയമാണ്, അതുകൊണ്ട് രാവിലെ നമുക്ക് എപ്പോഴും എൻഗേജ് ആയിരിക്കണം ഇബാദത്തുകൾ കൊണ്ട്. ഉറങ്ങൽ മാത്രമല്ല ബർക്കത്ത് കുറയുന്ന കാര്യം. ചിലയാൾ സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങരുത് എന്ന് ഏതെങ്കിലും ഉസ്താദിന്റെ ക്ലാസ്സിലോ ദർസിലോ കേട്ടതുകൊണ്ട് ഉറങ്ങാണ്ട് മൊബൈലിൽ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടിരിക്കും. അതും ബർക്കത്ത് കുറയുന്ന കാര്യം തന്നെ. അവിടെ ഹൈറാത്ത് കൊണ്ട് എൻഗേജ് ആവണം. ഖുർആൻ ഓതുക. ഇന്ന് രാവിലെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ മൂപ്പര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, മൂപ്പര് മാസത്തിൽ ഒരു ഖത്ം ഓതി തീർക്കും, മാസത്തിൽ ഒരു ഖത്ം ഓതി തീർക്കും. മൂപ്പര് പറയാ, അത് സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സുബഹിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഒരു ജുസ് ഓതും, ഒരു ജുസ് ഓതാ, ആകെ കുറഞ്ഞ സമയമല്ലേ കൊണ്ടുള്ളൂ. എല്ലാ ദിവസവും ഓരോ ജുസ് ഓതി 30 ദിവസം കൊണ്ട് ഒരു ഖത്ത് ഓതി തരും. ഇനി എപ്പോഴെങ്കിലും ജുസുകൾ ഇങ്ങനെ പെൻഡിങ്ങിലായാൽ ഞാനിങ്ങനെ ഒന്ന് കാത്തുക്കും. ആരെ? ഓറത്തന്നെ ഓർ കാത്തുക്കും, എങ്ങനെ ഉണ്ട് നോക്കാൻ. സമരമാണ് ജീവിതം, എങ്ങനെ ഉണ്ട്. അറബി മാസം 27 വരെ മൂപ്പര് മേക്കപ്പ് ചെയ്ത് പോകുന്നില്ല. 27 20 ജുസ് തീർന്നിട്ട് എങ്കിൽ 27 അന്ന് ഇരുന്നിട്ട് വേറെ വാർത്താനില്ല, അന്ന് ഖത്തം തീർക്കും, 3 ദിവസം ഫ്രീ ആയിരിക്കും. എന്താ രസം കേൾക്കാൻ. ഒരു സാധാരണക്കാരനായ ഒരാൾ ഈ അടുത്ത് കുറച്ച് കാലം മുമ്പ് അയാളുടെ ബൈക്കിൽ ഞാൻ കുറച്ചപ്പുറത്തുള്ള ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ അയാള് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തി. അപ്പൊ ഞാൻ കരുതി ടൗൺ പള്ളിയിൽ അവിടെ നിസ്കരിക്കാൻ കയറാനായിരിക്കും. എനിക്ക് ഒരു സ്റ്റോപ്പ് അപ്പുറത്തുള്ള സ്ഥലത്താണ് എത്തേണ്ടത്. അവിടെ മഗ്‌രിബിന് ഞാൻ എത്തൽ നിർബന്ധമാണ്. കാരണം ഏറ്റവും ചുരുങ്ങിയത് മസ്ബൂക്കായിട്ട് എങ്കിലും എത്തിയാലേ കുട്ടികൾ ഉസ്താദ് വന്നിന് ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എത്തണം. അപ്പൊ ഇയാൾ ഇവിടെ നിർത്തിയപ്പോൾ എനിക്കൊരു ശങ്കാശങ്ക, ഒന്നപ്പുറത്തെത്തിയാൽ അവിടെ നമുക്ക് ജമാഅത്തിന് പങ്കെടുക്കാം. അപ്പോഴേക്കാണ് അയാൾ ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഒരു ഈത്തപ്പഴം തരുന്നത്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ ഈത്തപ്പഴം തിന്നുന്നുണ്ട്. അപ്പൊ അയാൾ സുന്നത്തോമ്പ് വരണം. അപ്പൊ എനിക്ക് അയാളോടൊരു, നിലവിൽ മൂപ്പര് നല്ല മനുഷ്യരാണ്, അതോടൊപ്പം നമ്മൾ ഐനുൽ യഖീന് നേരിട്ട് കണ്ടതുകൊണ്ട് ഒരു ഇഷ്ടം കൂടി. അപ്പൊ ഞാൻ അയാളോട് ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കുമ്പോൾ അയാളുടെ ജീവിത സ്റ്റൈൽ എന്താണെന്നറിയോ? സാധാരണ ഒരു നാട് ചെക്കന്ന്, ഒരു ആലിമല്ല, മദ്രസ പോലും സാധാരണ ചെറുക്കൻ. അയാളെ പ്രത്യേകത എന്താ പറയാ? കല്യാണമൊക്കെ കഴിച്ചു. അയാളെ പ്രത്യേകത, ഇന്ന് അറബി മാസം എത്രയാണെന്ന് അയാൾക്ക് വേഗം കിട്ടും. ഇന്നത്ര അറബി മാസം ദുൽഹിജ്ജ 16, ഇന്നത്ര അറബി മാസം റബീഉൽ അവ്വൽ 8, ഇന്നത്ര ദുൽഖഅദ് 3. അങ്ങനെ മൂപ്പർക്ക് കിട്ടുന്നറിയോ? അറബി മാസം ഏതാണോ ഡേറ്റ് ആ എണ്ണത്തിന്റെ ജുസ് മൂപ്പര് ഓതി തീർക്കും. ഇന്ന് മുഹറം 13 ആണെങ്കിൽ 13-ാം ജുസ് ഓതി തീർന്നിട്ടുണ്ടാവും രാവിലെ തന്നെ. ഇന്ന് റബീഉൽ അവ്വൽ 23 ആണെങ്കിൽ 23-ാം ജുസ് ഓതി തീർന്നിട്ടുണ്ടാവും. എന്താ രസം, എത്ര മനുഷ്യന്മാരുണ്ടെന്ന് ഇങ്ങനെ. നമ്മൾ ആരും വിധി എഴുതാനൊന്നും പോകരുത് കേട്ടോ. ഓരോരുത്തർക്ക് അള്ളയായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ചിലപ്പോൾ ഒരേ കയ്യിൽ കൗണ്ടർ ഉണ്ടായിക്കോളൊന്നുമല്ല, ഒരു ഹൃദയത്തിൽ അള്ളാഹിനോട് എന്തൊക്കെയോ പറയണ്ടാവും. അത് ചിലപ്പോൾ ഓട്ടോ ഡ്രൈവറായിരിക്കും. ഓട്ടോ ഡ്രൈവറായിട്ട് ഇങ്ങനെ പോയി കേക്ക് ഇങ്ങനെ താമ്പ് കെട്ടി ഇങ്ങനെ പാതിരാക്ക് പൊട്ടിക്കാരന് ദ്വാരക്കും. നാളെ അത് കുട്ടീൻ്റെ പരീക്ഷ ഫീസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പിന്നെ മറ്റോനവിടെ കോളേജിൽ ചേർത്തിട്ടുള്ള ഫീസ് അഡ്മിഷൻ കൊടുത്തിട്ടില്ല. ഈ ഓട്ടോ ഓടിച്ചിട്ട് ഞാൻ എവിടെ എത്തേണ്ട റബ്ബേ. എനിക്കാണെങ്കിൽ 2 അറ്റം മുട്ടിക്കാൻ കഴിയുന്നില്ല. ഭാര്യൻ്റെ 3 പ്രസവവും ഓപ്പറേഷൻ. പരീക്ഷണം എന്നൊന്നും ഞാൻ എന്നോട് പറയൂല. അതൊക്കെ ഇഷ്ടം കൊണ്ട് നീ എനിക്ക് തരുന്നതായിരിക്കും. ഒന്ന് എൻ്റെ ജീവിതം ഒന്ന് മുട്ടിച്ച് ഒന്ന് നല്ല കഴിച്ചലാക്കി തന്ന് എനിക്കൊന്ന് റാഹത്തുള്ള ജീവിതം തരണേന്ന് ആ കണ്ണീരൊലിപ്പിച്ച മനുഷ്യൻ്റെ ദുആ എങ്ങനെ അള്ളാഹ് സ്വീകരിക്കാണ്ടിരിക്കുക? പച്ച മനുഷ്യന്മാരായിരിക്കും. ഒരാൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് അടുത്തുള്ള സീറ്റിൽ ഇരുന്നു.
ആ പെൺകുട്ടി വസ്ത്രത്തിലൊന്നും ഒരു ശരിയില്ല, ഒരു ശരിക്കേടുണ്ട് എന്ന് ഇയാൾക്ക് തോന്നി. അത്ര ഇയാൾ തന്നെ അനുഭവം പറയാ, ശരിക്കേടുണ്ട് എന്ന് തോന്നി. വസ്ത്രമൊന്നും മര്യാദയ്ക്ക് ധരിച്ചിട്ടില്ല എന്നുള്ളിടത്തോളം. രാത്രിയാണ് സഞ്ചാരം. ഇയാളിങ്ങനെ ഉറക്കച്ചടവിൽ ഇങ്ങനെ ഉറങ്ങി. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് നെട്ടിയപ്പോൾ മൊബൈൽ ടോർച്ച് ഇങ്ങനെ കത്തിച്ചിട്ട് ആ പെൺകുട്ടി ബാഗിലുള്ള ചെറിയ ഖുർആൻ എടുത്തിട്ട് സ്കാർഫ് ഇങ്ങനെ ചുറ്റിയിട്ട് ഓതുക. 1:30 2 മണിക്ക്. ആരെയും വിധി എഴുതാൻ പോകരുത്. നമ്മൾ ട്രെയിനിൽ ഇറങ്ങുമ്പോൾ പരിപാടിയുടെ സ്ഥലത്തേക്ക് എത്തിക്കാൻ കാറുണ്ടാവും, നല്ല ഭക്ഷണം തരാൻ ആജിയന്മാരുണ്ടാവും, നല്ല ഹദിയകൾ ആൾക്കാർ തരും. നമ്മളെ മുന്നിലിരിക്കുന്ന ആളുടെ മൂക്കിന്ന് ഒലിക്കുന്നുണ്ടാവും, വായിന്ന് ഒലിക്കുന്നുണ്ടാവും. അവരൊക്കെ ഹൈ ലെവൽ ദർജയായിരിക്കും അള്ളാൻ്റെ അടുത്ത്. ആരെയും വിധി എഴുതാൻ പോകരുത്. നമ്മൾ ഒരാളെ പ്രായമുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇയാൾ എന്നേക്കാൾ എത്ര സുജൂദ് അള്ളാഹ്ക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞാളെ കണ്ടാൽ എന്താ ചിന്തിക്കേണ്ടത്? എൻ്റെ അത്ര തെറ്റ് മൂപ്പര് ചെയ്തിട്ടില്ലല്ലോ എന്ന്. കണ്ടോ? ഇങ്ങനെ ആരെ കണ്ടാലും നമ്മുടെ അതേ പ്രായത്തിലുള്ള ആളെ കണ്ടാൽ ചിന്തിക്കേണ്ടത് ഇയാൾ സ്വർഗത്തിലും ഞാൻ നരകത്തിലും ആയാലോ എന്ന്. ഒരു നായനെ കണ്ടാൽ ചിന്തിക്കേണ്ടത് ഈ നായ ഏതായാലും നരകത്തിൽ പോയില്ല എന്ന് ഉറപ്പല്ലേ എന്ന്. നമുക്ക് ആ ഉറപ്പുണ്ടോ? നമ്മൾ ആരെക്കാളും മേലെ കയറരുത്. അങ്ങനെ കയറുമ്പോഴാണ് നെഞ്ചിന് കുറച്ച് വീതി കൂടുതലുണ്ടാവുന്നത്. നോട്ടീസിൽ എൻ്റെ പേര് വരണം, സ്വാഗതത്തിൽ എന്നെ പറ്റിയിട്ട് പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയി എന്നൊക്കെ തോന്നണത്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോഴത്തെ സംഭാവന. ജീവിക്കുന്നതിന് അതിന് വേണ്ടിയിട്ടല്ലേ അല്ലേ? സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്ര എനിക്ക് ഒരാളുടെ സ്വത്തും ഈ ഭൂമിയിൽ ഉപകാരപ്പെട്ടിട്ടില്ല. അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു ഒറ്റ കരച്ചില്. ശരിക്കും സിദ്ദീഖ് റളിയല്ലാഹു ചിരിക്കലേ വേണ്ടി, സന്തോഷം കൊണ്ട് ഒറ്റ കരച്ചില്. എന്താ സിദ്ദീഖ് കരയണത്? എൻ്റെ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറയേണ്ടില്ലായിരുന്നു നബിയെ. അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറും തന്നെയും റസൂലുള്ളാഹിക്കുള്ളതല്ലേ, ഇഷ്ടംപോലെ പ്രവർത്തിക്കാലോ. എന്തിനാ അബൂബക്കർ എന്ന് പറഞ്ഞത്? നമ്മളെ നാട്ടിൽ അബൂബക്കർ ഹാജി കഴിഞ്ഞ കൊല്ലം 10,000 തന്നിട്ട് ഇക്കൊല്ലം തരാത്തത് അന്നത്തെ മജ്ലിസിൽ ആദരിക്കാത്തോണ്ട്, സ്റ്റേജുമേൽ കസേര ഇല്ലാത്തോണ്ട്, നോട്ടീസിൽ വെണ്ടക്കാക്ഷരത്തിൽ എഴുത്തില്ലാത്തോണ്ട്. നമ്മളും സിദ്ദീഖ് റളിയല്ലാഹു എന്താ ബന്ധം? തലക്കനം കുറച്ച് ഒഴിവാക്ക്. തലക്കനം ഞാൻ ബഹുമാനിക്കേണ്ട ആളാണ് എന്ന് ചിന്തിച്ചോണ്ടല്ലേ എന്നെ ബഹുമാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആഖിറത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ ഏറ്റവും ഫസ്റ്റ് നരകത്തിലേക്ക് വിളിക്കുന്നത് നമ്മളെയാണെങ്കിലോ? അങ്ങനത്തെ നമ്മളെയാണോ ഈ നാട്ടുകാർ ബഹുമാനിക്കേണ്ടത്? ആണോ? നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ സ്റ്റുഡൻസ് എണീറ്റുന്നു, നിഷ്കളങ്കരായ 1ാം ക്ലാസ്സിലെ കുട്ടികൾ എണീറ്റുന്നു. അതുകൊണ്ട് എന്താ ഇപ്പോൾ കിട്ടിയത്? ആ കുട്ടികൾക്ക് ഉസ്താദിനെ കണ്ടാൽ എണീറ്റിക്കണം എന്നുള്ള സുന്നത്തിന്റെ കൂലി കിട്ടി. നമുക്കെന്തപ്പോൾ കിട്ടിയ? ആകയാൽ നമ്മൾ ആരെയും വിധി എഴുതാൻ പോകരുത്. ഈമാൻ കിട്ടാത്ത ഒരാൾ, അയാളെ നിന്ദിക്കാൻ പറ്റുമോ? ഒരു അമുസ്ലിമിനെ ഗീബത്ത് പറയാൻ പറ്റുമോ? ഇസ്ലാമിൽ പാടില്ല, ഹറാമാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞല്ലേ. ഒരാളെയും പറയാൻ പാടില്ല. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? നിസ്കാരത്തേമ്പ് ഉണ്ടാവുക എന്നാണോ മുസ്ലിമിന്റെ അടയാളം? കയ്യിൽ കൗണ്ടർ ഉണ്ടാവുക എന്നുള്ളതാണോ ഇസ്ലാമിന്റെ അടയാളം? എന്താ ഇസ്ലാം പറയണത്? അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരാളെ യഥാർത്ഥ മുസ്ലിം ആകുന്നത് ഏതു മനുഷ്യനും അയാളിൽ നിന്ന് നിർഭയത്വം ഉണ്ടാവണം. അയാളുടെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഒരു ഉപദ്രവവും ഒരു മനുഷ്യനും, അത് മതം ഉള്ള ആളാവട്ടെ ഇല്ലാത്ത ആളാവട്ടെ, യുക്തിവാദിയാവട്ടെ മതമുള്ള ആളാവട്ടെ, ഏത് മനുഷ്യനായാലും അവനെ കൊണ്ട് ഒരു ഉപദ്രവവും ആർക്കും ഇല്ലെങ്കിൽ അയാൾ മുഅ്മിനാണ്. അതാണ് റംലി ഇമാമിന്റെ വാപ്പ വഫാത്തായപ്പോൾ റംലി ഇമാം പറഞ്ഞല്ലോ, എൻ്റെ വാപ്പ വഫാത്തായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ജനാസസ്കരിക്കാൻ വരണം. എൻ്റെ വാപ്പാൻ്റെ പ്രത്യേകത, വാപ്പ ജീവിതത്തിൽ ഒരാളെയും ഒരു ബുദ്ധിമുട്ടിലും ഒരാളെയും ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാത്ത ആളാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് നമ്മളൊക്കെ വാങ്ങിയിട്ട് ഖബറിലേക്ക് പോകണം. നമ്മളെക്കുറിച്ച് ഒരാളും പരാതി പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അത് മനുഷ്യൻ മാത്രമല്ല, പൂച്ചനെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോയിട്ടില്ലേ ഒരു പെണ്ണ്?
നായക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിലെത്തിയിട്ടില്ലേ? വഴി യാത്രക്കാർക്കെല്ലാം തടസ്സമാകുന്ന മരത്തിന്റെ ഒരു കൊമ്പ് വെട്ടിയതിന്റെ പേരിൽ ഒരാൾക്ക് ദോഷം പുറത്തു കൊടുത്തില്ലേ അള്ളാഹു? ഇല്ലേ? അതുകൊണ്ടല്ലേ മഹാന്മാര് വീട്ടിൽ എലിയുടെ ശല്യം ഉണ്ടായപ്പോൾ ആരോ പറഞ്ഞു പൂച്ചനെ വാങ്ങിയാൽ മതി. പൂച്ചനെ വാങ്ങിയാൽ എലിയുടെ ശല്യം പോകും. അങ്ങനെ പോവുക? ഈ പൂച്ചനെ പേടിച്ചിട്ട് എലിയൊക്കെ പോകുന്നു. ഈ എലി എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്കല്ലേ പോവുക, അപ്പൊ അവർക്ക് ശല്യാവൂലേ? വേണ്ട, ഞാൻ സഹിച്ചോളാം. കണ്ടോ അവരുടെ ഒക്കെ ജീവിതം കണ്ടോ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, സഹ്ല ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, അവരുടെ ഒക്കെ ചരിത്രത്തിൽ കാണാം. അവരുടെ അയൽവാസി ഒരു അമുസ്ലിമായ സഹോദരനാണ്. അയാളെ സഹ്ല ബിൻ അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാറായി. നമ്മൾ 10 കൊല്ലം ആയല്ലോ അയൽപക്ക ബന്ധമായിട്ട് മുന്നോട്ട് പോണത്. നിന്റെ വീട്ടിലെ ടോയ്ലറ്റിലെ പുറത്തേക്ക് ഒഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന ആ വെള്ളം ഒഴുകുന്ന പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. 10 കൊല്ലായിട്ട് ഞാൻ ഈ കൈകൊണ്ട് തന്നെയാണ് വൃത്തിയാക്കണത്. അതിലെനിക്ക് പരിഭവമൊന്നുമില്ല. പിന്നെ ഇപ്പം വിളിച്ചത് ഞാൻ മരിക്കാറായി, ഇനി ആ പൈപ്പ് ശരിയാക്കണം. എന്തിനെന്ന് വെച്ചാല് ഇനി എൻ്റെ വീട്ടിൽ എൻ്റെ ശേഷം ആരാ താമസിക്കലെന്ന് പറയാൻ കഴിയില്ല. അവർക്കത് ബുദ്ധിമുട്ടാവും. പിന്നെ അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൂടി പ്രയാസമായാൽ എൻ്റെ ജീവിതകാലത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നതുപോലെ തന്നെ എൻ്റെ മരണശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നത് കേൾക്കുമ്പോൾ അയാൾ കരഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന ചരിത്രമുണ്ട് കിതാബിൽ. ഇതാ ഒറിജിനൽ ഇസ്ലാമും. ഉഗ്രവാദവും തീവ്രവാദവും അതിൻ്റെ വിഷപ്പാമ്പല്ല ഇസ്ലാം. ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ്. അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം മക്കളിൽ രൂപപ്പെടുത്തണം. രാത്രി നേരത്തെ ഉറങ്ങുന്ന സ്വഭാവം നമ്മളിലെ മക്കളിൽ ഉണ്ടാക്കണം. ഇന്നത്തെ വയല് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നല്ല വയലിട്ട രണ്ടും ഉസ്താദിൻ്റെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നത്തെ വയല് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനം, എൻ്റെ വീട്ടിൽ നേരത്തെ ഉറങ്ങുന്ന സ്റ്റൈല് രൂപപ്പെടുത്തുന്ന. നിങ്ങൾ ഏത് മതത്തിൻ്റെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഏത് പണ്ഡിതന്മാർ, അതത് മതത്തിലെ പണ്ഡിതന്മാരുണ്ടാവുമല്ലോ, അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും നേരത്തെ ഉണരുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അതെ, നേരത്തെ ഉണരണം നമ്മളെ വീട്ടുകാർ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പറയുന്നിടത്ത് കാണാം, ഉപ്പ നേരത്തെ ഉണരും. അപ്പോൾ 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അബൂ യസീദ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം തുടങ്ങി ഉപ്പാനെ കണ്ടിട്ട്. ഇത് മദ്രസയിലേക്ക് പോകേണ്ട കുട്ടി 6:30 ഉണരുന്ന സമയത്താണ് ചെറുപ്പക്കാരനായി ഉപ്പ ചുരുണ്ടുറങ്ങുന്നത് കണ്ടാൽ ബാക്കി പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഇനി ആ കുട്ടി എന്താവല്. നമ്മളെന്ന ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കും മക്കൾ. ചെറുപ്പക്കാരനായ വാപ്പ IPLന്റെ കോപ്പ അമേരിക്കൻ്റെ യൂറോ കപ്പിൻ്റെ ആളാണെങ്കിൽ ഓൻ എന്തെങ്കിലും ഒരു കപ്പായി മാറും. ഈ ഉപ്പ അർജന്റീനിയൻ ഫാൻസ് ആണെങ്കിൽ ഏറ്റവും ചുരുക്കുന്നത് മോന് ഫ്രാൻസ് എങ്കിലും ആയിട്ടെങ്കിൽ മോശമല്ലേ? അല്ലേ? മോശമല്ലേ? റണ്ണേഴ്സപ്പെങ്കിലും ആണ്ടേ? അല്ല, മോശമല്ലേ? നിങ്ങളെന്താ പറഞ്ഞ? മദ്രസയിൽ പഠിപ്പിക്കുക, സ്കൂൾ പഠിപ്പിക്കുക, ഡ്യൂട്ടി കഴിയോ? ഫീസ് കൊടുക്കലോടുകൂടി, പുസ്തകം വാങ്ങിക്കൊടുക്കലോടുകൂടി? നോ. അദബ് പഠിപ്പിക്കണം. ഉപ്പിയുമ്മി നേരത്തെ ഉറങ്ങുന്ന ശീലമുണ്ടായാൽ കുട്ടികളും അങ്ങനെ ഉറങ്ങും. രണ്ടാമത്തത്, അദബ് പഠിപ്പിക്കണം എന്ന് പറയുന്നിടത്ത് തന്നെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭക്ഷണ സമയത്തുള്ള മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മോന് ബിസ്മി ഇല്ലയോ? ചെല്ലിയോ? ഉപ്പ കേട്ടിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്, നല്ല മോൻ. വലത് കൈ കൊണ്ടാണല്ലോ കുടിക്കേണ്ടത്. ഇതെന്താ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിട്ട് പോലും നീ ഇടത്തേക്ക് കൊണ്ട് കുടിക്കണത്? തിരുത്തി കൊടുക്കുക. അത് കുട്ടികൾക്ക് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ മര്യാദകൾ
എവിടെയെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിൽ അവർക്കത് തിരുത്തി കൊടുക്കൽ സുന്നത്താ. ഹബീബി വലത്തേക്ക് കൊണ്ട് കുടിച്ചാൽ നന്നായി. കറി ഗ്ലാസ്സിനായിട്ട് കറിയുടെ കറ കഴുകാൻ ആളില്ല എന്നാണെങ്കിൽ വാഷ് ബേസുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 3 പെൺകുട്ടികളുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നോ പ്രോബ്ലം, ധൈര്യമായിട്ട് കറിയോടുകൂടി തന്നെ കുടിച്ചോളിയേ എന്ന് പറഞ്ഞാൽ അവന് മേലാലിടത്തേക്ക് കൊണ്ട് കുടിക്കൂല. 2 കൈയും കഴുകണം ഭക്ഷണത്തിന് മുമ്പ്. ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തിന് മുമ്പും 2 കൈയും കഴുകുന്ന ശീലമുള്ള ആൾക്ക് വലിയ ബർക്കത്തുണ്ടാകുമെന്ന് ഇഹിയ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഉപ്പ കഴുകണം 2 കൈയും. ഉപ്പ കഴുകിയിട്ടില്ലാന്ന് ഈ മോനിക്ക് ഉറപ്പാ. എന്തുകൊണ്ട്? കല്യാണ പന്തലിൽ ഭക്ഷണം കഴിച്ചിട്ട് ചെറുപ്പക്കാരനായ വാപ്പ ചോദിക്കുന്നുണ്ട്, വാഷ് ബേസ് എടുത്തോന്ന്. അന്നേരം തന്നെ മനസ്സിലാവൂലേ ഉടായിപ്പ്, ഇവൻ നേരത്തെ കൈ കഴുകിയിട്ടില്ല. അപ്പം നേരത്തെ കഴുകിയിട്ടില്ലേ? പിന്നെ തിരക്കും, പിന്നെ കല്യാണം കുറേ ആളുമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാനുണ്ട്, പിന്നെ ഇന്ന് ഞാൻ നാസ്ത കഴിക്കാണ്ട് ഇവിടെ വന്ന എന്നെ ഫുഡ് ജമ്മും കസറാക്കി അങ്ങനെ അടിച്ച് ചാമ്പ കൈയൊന്നും കഴുകാൻ നേരം കിട്ടിയിട്ടില്ല. ഇനി ഈ മോൻ എങ്ങനെ നന്നാവലും? അപ്പോൾ വേറൊരു ഉടായിപ്പ് മറുപടി, എന്തേ കൈ കഴുകിയ ഉസ്താദ് എങ്ങനെ? അവിടെ കുടിക്കാൻ കൊണ്ടുവച്ച ജഗ്ഗിലുള്ള വെള്ളം കൊണ്ട് ഞാൻ എവിടെ പോയി നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പോൾ കഴുകാൻ ജീരക വെള്ളം കൊണ്ടും കരിങ്ങാല് വെള്ളം കൊണ്ടൊന്നും കൈ കഴുകിയ സുന്നത്തിട്ടൂല. ഒന്നോടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ടാണ് കൈ കഴുകേണ്ടത്. ഐസ്ക്രീം കൊണ്ടും ശവനപ്പുണ്ടാ കൈ കഴുകല്. ഇതൊക്കെ ഉപ്പാനെ കണ്ടിട്ട് പഠിക്കണം, ഉമ്മാനെ കണ്ടിട്ട് മക്കൾ പഠിക്കണം. ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം മക്കൾക്ക്. ഒരു ചോക്ലേറ്റ് കിട്ടി കുട്ടിക്ക്, അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ തന്നെ പറയാം അനുജനും കൊടുക്കണം എന്ന്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ 2 എണ്ണം വാങ്ങിയിട്ട് വന്നാൽ പോരെ. 2 എണ്ണം വാങ്ങേണ്ട സന്ദർഭം ഉണ്ടാവും, വാങ്ങാം, പ്രശ്നമില്ല. നിങ്ങൾ എപ്പോഴും 2 പീസ് വാങ്ങരുത്, ഒന്നും വാങ്ങണം. എന്തിന്? ഓനിക്കും ജീവിതത്തിൽ ഷെയർ ചെയ്യണമെന്ന് പഠിപ്പിക്കണം. ഇല്ലാത്ത ആൾക്ക് കൊടുക്കണമെന്ന് ഭാവിയിൽ ഒരു പാരസ്പര്യ ബോധം ഉണ്ടാവണമെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്നും റീൽസ് എന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അവനവനിസത്തിന്റെ ലോകത്തുനിന്ന് പാരസ്പര്യ ലോകത്തേക്ക് എത്തണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അനുജനും ചിക്കൻ്റെ പീസ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുക, എന്നിട്ട് പറയാ ഇത്താത്തക്കും അനുജനും കൊടുക്കണം, വലുതന്നെ ഉപ്പ വാങ്ങിയിട്ടുണ്ട്, മോൻ കൊടുക്കുമല്ലോ, ഇതാ അവർക്ക് കൊടുക്കണേന്ന് പറയാം. ഉപ്പ നോക്കുന്നില്ല എന്ന് അഭിനയിച്ചിട്ട് നോക്കുകയും വേണം. വെരി ഗുഡ്, നല്ല മോൻ. അല്ലാതെ എന്തല്ല, ഉപ്പ ചോക്ലേറ്റ് ഉണ്ടോ? ചോക്ലേറ്റ് ഉപ്പാൻ്റെ കീശയിലുണ്ട്, ഇപ്പം എടുത്താൽ ഇവിടെയുള്ള ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ടി വരും, ഇപ്പം എടുക്കേണ്ടതില്ല, ഇപ്പം വേണമെങ്കിൽ നിനക്ക് ഞാൻ തരാം, നീ ജീൻസ് കീശൻ്റെ ബേക്കിലത്തെ കീശയിൽ ഇട്ടിട്ട് വേഗം മേലെ റൂമിൽ പോയിട്ട് ഡ്രസ്സ് ഇടുന്ന കൊട്ടൻ്റെ ബേക്കിൽ നിന്നിട്ട് ഫുള്ള് തിന്നിട്ട് ടിഷ്യൂ കൊണ്ട് വായ തുടച്ചു കൊടുത്തിട്ട് വാ വയിലേഹി തുർജഊൻ. സദഖല്ലാഹ്. എന്താ നീ പറഞ്ഞതല്ലോ ഹയവാന്? എത്തപ്പോൾ പറഞ്ഞത് എന്താ ഇപ്പം പറഞ്ഞത്? എന്താ ഇപ്പം ആ മോനോർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ആ മോനിക്ക് നിന്നിലൂടെ എന്താ ഇപ്പം കിട്ടിയത്? ആ കുട്ടി ഇനി അവനവനസത്തിലേക്ക് ഒതുങ്ങിക്കൂടും. പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നോ ചുറ്റുവട്ടത്തുള്ളവരെ കാണണമെന്നോ അവൻ്റെ ജീവിതത്തിൽ ഇനി ചിന്തിക്കൂല. അങ്ങനെയല്ല, 6 ചോക്ലേറ്റ് ഉപ്പ വാങ്ങിയതിന് എല്ലാവർക്കും നീ തന്നെ കൊടുക്കണം എന്ന്. അപ്പോൾ എനിക്ക് 2 എണ്ണം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ ഇങ്ങനെ കൊടുക്കാൻ അവനെ പഠിപ്പിക്കണം. എന്നാലേ പാരസ്പര്യ ബോധം ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഇപ്പോൾ ചാരിറ്റി ഫോർ ചാരിറ്റിയാണ്, ഫോട്ടോക്ക് വേണ്ടി ചാരിറ്റി. എൻ്റെ മോളെ കല്യാണം അടുത്താഴ്ച വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം സഹായിച്ചാൽ അപ്പം ഇങ്ങോട്ടേക്ക് കിട്ടുമെന്ന ചാരിറ്റി. അങ്ങനെ ചാരിറ്റി ഫോർ ചാരിറ്റിയുടെ കാലത്ത് നിഷ്കളങ്കമായി ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക. അതാ ഭക്ഷണത്തിൻ്റെ മര്യാദ. വസ്ത്രത്തിൻ്റെ മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കണം. ആണിൻ്റെ വേഷം പെണ്ണ് ധരിക്കരുത് എന്ന് നേരത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ കാലത്ത് അത് പ്രസക്താണല്ലോ. ഇങ്ങനെ ഓരോ സമയത്തുള്ള മര്യാദകൾ ഉപ്പയും ഉമ്മയും ശരിക്കങ്ങ് പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി നല്ല ശീലത്തിൽ അങ്ങ് വളരും. ഇപ്പൊ ചില കുട്ടികളെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു SSLC കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്, കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു. അല്ലെങ്കിൽ മെറിറ്റ് ഈവനിങ്, +2-നും SSLCക്കൊക്കെ നല്ല മാർക്ക് വാങ്ങിയ റാങ്ക് ഹോൾഡേഴ്സ്, ഫുൾ A+കാർ A+ മീറ്റൊക്കെ വിളിച്ചിട്ട് നടത്തി.
അങ്ങനെ എല്ലാവരും മൊമെൻറ്റോവും ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പോകുമ്പോൾ 2 കുട്ടികൾ കസേരൊക്കെ എടുത്ത് വെച്ച് സൈഡിൽ വെച്ച്, പിന്നെ എല്ലാവരും കുടിച്ച ഗ്ലാസ് ഡിസ്പോസിബിൾ അതൊക്കെ പൊറുക്കി എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് മെയ്ക്ക് ശരിയാക്കിയിട്ട് അവിടെ വെച്ച് കസേരൊക്കെ എടുത്ത് വെച്ച് ഈ 2 കുട്ടികളെ കാണുമ്പോൾ സാർമാരും ഉസ്താമാരും പറയും, അല്ല മെച്ചേർഡായ പിള്ളേരാണ്. ആരാണത്? ഒന്ന് നമ്മളെ റഫീഖാണ്, മറ്റേത് ഷെഫീഖാണ്. മെച്ചേർഡല്ലേ കുട്ടികൾ? ഭയങ്കര പക്വതയുള്ള കുട്ടികളല്ലേ? ഈ പക്വത, മെച്ചേർഡ് എന്ന് പറയുന്നതിൻ്റെ ഭാഷയാണ് അദബ്. അത് വീട്ടിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഇതൊക്കെ പഠിപ്പിക്കണം. നെക്സ്റ്റ്, നമ്മളെ മക്കൾ നന്നാവാൻ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുന്ന അടുത്ത കാര്യം എന്താ? നമ്മളെ മക്കൾ നന്നാവാൻ ഉപ്പയും ഉമ്മയും നന്നാവണം. ഉപ്പ രഹസ്യമായിട്ട് തെറ്റ് ചെയ്യുന്ന ഉപ്പയാണെങ്കിൽ ഭാര്യൻ്റെ ഉമ്മന്ന് ഡിലീറ്റ് ഒക്കെ ആക്കിയിട്ടുണ്ടാവും, എന്നാലും അതിൻ്റെ ഒരു സീക്വൻസ് മക്കളിലുണ്ടാവും, അതിൻ്റെ കറുത്ത കുത്ത്. നമ്മുടെ രഹസ്യത്തിന്റെ പരസ്യമായിരിക്കും നമ്മളെ മക്കള്. നമ്മളെന്ന ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോസ്റ്റാറ്റാണ് നമ്മളെ മക്കള്. നമ്മൾ ക്ലാരിറ്റി ഇല്ലാത്ത പേപ്പറാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റും അങ്ങനെ തന്നെയായിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഉപ്പാന്റെ ഉമ്മാന്റെ രഹസ്യ ജീവിതം എന്താണോ അതായിരിക്കും ഭാവിയിൽ മക്കളായി രൂപപ്പെട്ടു വരിക. ഇന്നല്ലാഹ ലാ യഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി. ബുഖാരി ഇമാമിന്റെ ഉസ്താദായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാളുടെ ജീവിതം നന്നായാൽ അയാളുടെ മക്കള് മാത്രമല്ല മക്കളെ മക്കളും സ്വാലിഹീങ്ങളാകും. ഒരു നാട്ടിലൂടെ മൂസാ നബി അലൈഹി സ്വലാമും ഖളിർ അലൈഹി സ്വലാമും നടന്നു പോകുമ്പോൾ ഫുഡ് ചോദിച്ചു, വെള്ളവും അവർ കൊടുത്തിട്ടില്ല. ആ നാട്ടിലെ ഒരു വീട്ടിലെ പൊളിഞ്ഞു വീഴാറായ മതിൽ ഖളിർ അലൈഹി സ്വലാം ശരിയാക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇവർ ഭക്ഷണമൊന്നും തരാത്ത കൗമല്ലേ, ഇവരുടെ മതിൽ എന്തിനാ ശരിയായി കൊടുക്കുന്നത്? ഖളിർ അലൈഹി സ്വലാമിന്റെ മറുപടി, വഖാന അബൂഹുമാ സ്വാലിഹ. ഈ 2 ചെറിയ എത്തീമക്കളില്ലേ, ഓരോ 3ാമത്തെ അല്ലെങ്കിൽ 7ാമത്തെ ഉപ്പയും ഉമ്മയും സ്വാലിഹീങ്ങളാണ്. എത്രയോ മേലെയുള്ള ഉപ്പാപ്പിയും ഉമ്മാമിയും നന്നായോണ്ട് ഒരു നബി ഈ മക്കൾക്ക് ഖിദ്മത്ത് എടുത്തു കൊടുക്കുകയാണ്. കണ്ടോ, ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് പറയുന്നുണ്ട്, ഉപ്പിയുമ്മയും നന്നായാൽ മക്കളെ മക്കൾ ആ തലമുറ നന്നാകുമെന്ന് ഈ ആയത്ത് രേഖയാണ്, ഈ ആയത്ത് തെളിവാണ്. അതുമാത്രല്ല, ഒരാളുടെ യുവത്വകാലം നല്ല കാലാണ്, തഖ്വയുള്ള കാലം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി നല്ല തഖ്വയുള്ള ജീവിതം ഉള്ള ഇബാദത്തുള്ള ജീവിതമാണ് ആ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരി. എങ്കിൽ കേട്ടോളിയേ, എങ്കിൽ മക്കള് നന്നാവും എന്നുള്ള കാര്യമെല്ലാം പിന്നെ വരുന്നതല്ലേ, ഇപ്പൊ ലൈവായിട്ടുള്ള കാര്യം ഇനി പറയാൻ പോണത്. ഒരാളുടെ യുവത്വം നല്ല ജീവിതം, ഇബാദത്തില്ല, അള്ളാന്റെ മാർഗത്തിലുള്ള ജീവിതം, തെറ്റുകുറ്റങ്ങളിലില്ല, ഹറാമുകളിൽ ഇല്ല, ക്യാമ്പസിലെ തെറ്റുകുറ്റങ്ങളിലോ സോഷ്യൽ മീഡിയയിലെ ഹറാമുകളിലോ പെടാതെ സ്വലാത്ത്, ദിക്ർ, ദീനി പ്രവർത്തനം, പള്ളി, ഇബാദത്തുമായി ജീവിക്കുന്ന നല്ല ജീവിതം. എങ്കിൽ അയാൾ കല്യാണം കഴിച്ചാൽ ആ ദമ്പതിമാർക്ക് ഉണ്ടാവുന്ന മക്കളെ മക്കൾ കുടുംബ പരമ്പര നന്നാകുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് പിന്നീട് ഫ്യൂച്ചർ അല്ലേ, ഇപ്പോഴുള്ള കാര്യം പറയാം. അതെന്താണെന്നറിയോ, ഇയാള് തന്നെ വളർന്ന് വലുതായി പ്രായമായി കഴിയുമ്പോൾ ഈ പ്രായത്തിലും വയസ്സനായാലും വാർദ്ധക്യത്തിലും ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഈ യുവത്വകാലത്തെ ഇബാദത്തിന്റെ ബർക്കത്ത് കൊണ്ട് അയാൾക്ക് കഴിയുമെന്ന് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം. അപ്പൊ പ്രായമുള്ള കാലത്ത് കുറേ ഇബാദത്ത് ചെയ്യുന്ന, തഹജ്ജുദ്, ഖുർആൻ ഓതുന്ന ഉമ്മാനെ, ഉമ്മാമാനെ, ഉപ്പാപ്പാനെ കണ്ടാ മനസ്സിലായിക്കോളി, ഓർ ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ്. അടിച്ചു പൊളിച്ച് തിമിർത്താടിയിട്ട് പിന്നീട് തൗബ ഇത് നന്നാവുമെന്ന് വിചാരിക്കുന്ന കാലം ഒരു പക്ഷെ നമുക്ക് ആ കാലം കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന ബോധം നമുക്കുണ്ടാവും. മക്കള് കാര്യം മാത്രമല്ല, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മൾ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ആട്, കോഴി,
അതിനെന്നെ അതിൻ്റെ ഒരു ശകുനം ബർക്കത്ത് കമ്മി ഉണ്ടാവുന്ന. എന്നിട്ടല്ലേ നമ്മളെ മക്കളെ കാര്യം. അതുകൊണ്ട് നമ്മളെ നല്ല ജീവിതമാവണം, നല്ല ജീവിതം ഉണ്ടാവണം. എന്നാലേ നമ്മളെ മക്കൾ നന്നായി കിട്ടുള്ളൂ. ചെറിയൊരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മളെ മക്കൾക്ക് നന്നായി ദീൻ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം. സയൻസും ടെക്നോളജിയൊക്കെ എത്ര പഠിച്ചാലും അപരനെ സഹായിക്കണം, അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തണം, പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് ആ കുട്ടിക്ക് കിട്ടണമെങ്കിൽ മതബോധം ഉണ്ടാവണം, ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രിയും PGയും എടുത്തതുകൊണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കൽ എൻ്റെ കടമയാണെന്ന് കിട്ടുമോ? വീണ ആപ്പിള് ഗുരുത്വാകർഷണ ബലമാണ് അതിൻ്റെ കാരണം ന്യൂട്ടൻ്റെ തിയറി പഠിച്ച ഒരാൾക്ക് ഈ വീണ ആപ്പിൾ എൻ്റേതല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലേക്ക് തന്നെ ഇട്ടു കൊടുക്കണം, ഇനി എൻ്റേതാണെങ്കിൽ പാവപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം എന്ന് കിട്ടണമെങ്കിൽ ഈ തിയറി കൊണ്ട് കിട്ടുമോ? H2SO4 സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രജൻ പെറോക്സൈഡും ഈ കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയൊക്കെ കുറേ പഠിച്ചാൽ ശരി, ആക്കെ പഠിക്കണം. കാലാനുസൃതമായ വിജ്ഞാനം നമുക്ക് ഉണ്ടാവണം. ഉമ്മ അസുഖമായാൽ, ഉമ്മക്ക് പ്രായമായാൽ ഓൾഡ് ഏജ് ഹോംസിൽ വൃദ്ധസദനത്തിൽ കൊണ്ടിടല്ല വേണ്ടത്, ഞാൻ അവരെ പരിചരിക്കണമെന്ന ബോധം കിട്ടണമെങ്കിൽ ഈ സയൻറ്റിഫിക് തിയറീസ് കൊണ്ട് കിട്ടുമോ? CCTVയും നിയമപാലകരും ഉള്ളത് കൊണ്ട് ഞാൻ കള്ളു കുടിക്കാൻ പാടില്ല എന്നേ ഭൗതിക ചിന്താഗതിയിൽ നിന്ന് വരുള്ളൂ. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു തെറ്റിലും പെടരുത് എന്ന ചിന്ത വരണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദീൻ ഉണ്ടാവണം, മതബോധം ഉണ്ടാവണം, മോറൽ വിദ്യാഭ്യാസം ഉണ്ടാവണം. അതിന് കുട്ടികൾക്ക് നന്നായി ദീൻ പഠിപ്പിക്കണം. അതിന് നമ്മളെ നാട്ടിലെ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കണം. അതിന് ചെറിയൊരു ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഫറൂഖ് എന്ന പേരുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന ഭാര്യക്ക് 30,000 ദിർഹം കൊടുത്തിട്ട് പറയാ, ഞാൻ കച്ചവടത്തിനും മറ്റാവശ്യങ്ങൾക്കൊക്കെയായി വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്, ഇനി വരുമോ വരൂലേ, വന്നാൽ തന്നെ എപ്പോഴാണ് എത്തുക എന്നൊന്നും പറയാൻ പറ്റൂല. ജനിക്കുന്ന കുട്ടിയെ നന്നായി മതം പഠിപ്പിക്കണം, അവനെ നന്നാക്കിയെടുക്കണം, അതിനാണ് ഈ പണം ചെലവാക്കേണ്ടത് എന്നും പറഞ്ഞ് ഫറൂഖ് യാത്ര ആരംഭിച്ചു. വഫയാത്തുൽ അയാനിൽ ഇബ്നു ഖല്ലിക്കാൻ തങ്ങൾ ഈ ചരിത്രം പറയുന്നുണ്ട്. തബഖാത്തു ഷാഫിഇയ്യത്തിൽ കുബറയിൽ ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഉമറുൽ ബുൽഖൈനി തങ്ങളുടെ അത്തദ്കിറയിലും ചരിത്രം ഹ്രസ്വമായി പറയുന്നത് കാണാം. ഫറൂഖ് കച്ചവടവും മറ്റാവശ്യങ്ങളും ലക്ഷ്യം വെച്ച് ദീർഘദൂര യാത്രയിലാണ്. 1, 2, 3, 4 വർഷങ്ങൾ കഴിഞ്ഞു വന്നില്ല. ഒരുപാട് കാലം കഴിഞ്ഞ് 27 വർഷം കഴിഞ്ഞിട്ട് തൻ്റെ പഴയ ഓർമ്മയിൽ നിന്ന് ആ പഴയ വീട് തപ്പി പരതി സെർച്ച് ചെയ്ത് ഇങ്ങനെ നാട്ടിലേക്ക് എത്തി. അവസാനം ആ ചെറിയ ഓർമ്മയിൽ നിന്ന് തൻ്റെ വീട്, ആ ചെറിയ വീട്ടിൻ്റെ അടുത്തെത്തി കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി തൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ കുന്തം കൊണ്ട് ഇങ്ങനെ വാതിൽ മുട്ടി. അപ്പോഴാണ് ഉള്ളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയാണോ? അതെ. നിന്റെ വീടോ? ഇത് എൻ്റെ വീടാണോ? എവിടുന്നോ വന്ന ഒരാൾ എൻ്റെ വീടെന്ന് അവകാശവാദമായിട്ട് വരുന്നു. നിങ്ങളാരാ? എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് നിങ്ങളാരാന്ന് എന്നോടോ? എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ എന്നോടാണല്ലോ ഈ ചോദ്യം ചോദിക്കണത്. രണ്ടുപേരും തർക്കത്തിലെത്തി. അടിപിടിയിലേക്ക് എത്തുമോ എന്ന ആശങ്കയാണ് ഇനിയുള്ളത്. നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി മസ്ലഹത്തിൻ്റെ ചർച്ചകൾ ആരംഭിക്കണോ എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയപ്പോഴാണ് ഉള്ളിൽ നിന്നൊരു പെൺ ശബ്ദം. നാട്ടുകാരെ, നിങ്ങൾ പോയിക്കൊള്ളി, ഇത് രണ്ടാളും പരസ്പരം അറിയാത്തോണ്ടുള്ള ശങ്കാശങ്കയാണ്. വന്നത് എൻ്റെ ഭർത്താവാണ്. 27 കൊല്ലം മുമ്പ് മൂപ്പര് പോയതാ. അന്ന് ഞാൻ ഗർഭിണിയാണ്. പിറ്റത്തെ കൊല്ലം പ്രസവിച്ചു.
26-ാം വയസ്സുള്ള എൻ്റെ മോനാ ഇത് മോനാന്ന് ഉപ്പാക്കോ അത് ഉപ്പയാണെന്ന് മോനിക്കോ അറിയാത്തോണ്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ പോയിക്കോളി, പ്രശ്നം വലുതൊന്നുമല്ല, കാര്യം തീരുന്ന പ്രശ്നമേ ഇല്ല എന്ന് നാട്ടുകാർ പിരിഞ്ഞുപോയി. ഇവർ പരസ്പരം പൊരുത്തപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ നൽകി ഉപ്പ ഉള്ളിലേക്ക്, മോന് പുറത്തേക്കും പോയി. ഫറൂഖ് 27 കൊല്ലം ശേഷം ഭാര്യയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, പണ്ട് വളരെ മുമ്പ് ഒരു 30,000 ദിർഹം തന്നിട്ട് അതൊക്കെ വെക്കേണ്ടടുത്ത് വെച്ചിട്ടുണ്ട്, ചെലവാക്കേണ്ടടുത്തേ ചെലവാക്കിയിട്ടുള്ളൂ, വന്ന ഉടനെ അതാണോ ചോദിക്കണത്? ഒന്ന് ഫ്രഷായി മദീനത്തെ പള്ളിയിലൊക്കെ പോയി ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു റാഹത്തായിട്ട് വന്നൂടെ? ഓക്കെ, ഒന്ന് ഫ്രഷായി മദീനത്തെ പള്ളിയിലേക്ക് എത്തി. 1000 പങ്കെടുക്കുന്ന പണ്ഡിത ദർസ്, മദീനത്തെ പള്ളിയെ പുളകിതമാക്കുന്ന ഒരു ദർസ്. സുബ്ഹാനല്ലാഹ്, ദർസിൽ ശിഷ്യന്മാരാരൊക്കെ ഉള്ളതെന്നറിയോ? മാലിക് ഇമാം അടക്കമുള്ള വലിയ വലിയ റളിയല്ലാഹു അൻഹു മഹാന്മാർ, ഇമാമു ദാരിൽ ഹിജറ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പ്രധാന ഉസ്താദല്ലേ മാലിക് ഇമാം. ആ മാലിക് ഇമാം അടക്കം ശിഷ്യന്മാര്. അപ്പൊ ഉസ്താദ് ആരായിരിക്കും? പരിചയമില്ല, നോക്കുമ്പോൾ പരിചയമില്ല. അങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഈ ദർസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ്, നല്ല പണ്ഡിതൻ. അതുകൊണ്ടാണല്ലോ ഈ മഹാന്മാർ ഇവിടെ ദർസ് കേൾക്കാൻ ഇരിക്കണത്. ഞാൻ നോക്കുന്നതിനനുസരിച്ച് ആ പണ്ഡിതൻ ഇങ്ങനെ തല താഴ്ത്തി കൊണ്ടുപോവാൻ, എന്നെ കാണണ്ട എന്ന മട്ടത്തിൽ. കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കപ്പോഴാണ് നേരത്തെ എൻ്റെ ഭാര്യ, ഞാൻ വളർത്തിയ മോൻ, എൻ്റെ മോൻ എന്ന് പറഞ്ഞ മോനാണല്ലോ അത്. കണ്ണെന്ന് വെള്ളം വരാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. ഉടനെ വീട്ടിലേക്ക് ധൃതി പിടിച്ചു പോയി. ഭാര്യയോട് പറഞ്ഞു, ഒരത്ഭുതം കണ്ടു മോളെ എന്ന്. എന്തേന്ന് ചോദിച്ചു. ആയിരക്കണക്കിന് ആലിമീങ്ങൾക്ക് മഹാന്മാർക്ക് ദർസ് നടത്തി നമ്മളെ മോനെ എന്ന്. ഭാര്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് പറയാം? നിങ്ങൾ തന്ന 30,000-ലെ വലിയ എമൗണ്ട് ഈ മോനെ ആലിമാക്കാനാ ചെലവാക്കിയത്. നിങ്ങൾ തന്ന പണം ഞാൻ വെക്കേണ്ടടുത്ത് തന്നെയല്ലേ വെച്ചത്? അതെ മോളെ നീ വെക്കേണ്ടടുത്ത് തന്നെയാണ് വെച്ചത്. ആ മഹാനാണ് മാലിക് ഇമാമിന്റെ അടക്കം ഉസ്താദായ റബീഅത്തുർ റൈഇ റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതൻ. അരമനയുടെ അകത്തളത്തിൽ നിന്ന് ഒരു ഉമ്മ വളർത്തിയ മോനാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓഫ്ലൈനിലും ഓൺലൈനിലും കേൾക്കുന്ന സഹോദരിമാരോടാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് കഴിയുമോ? ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിൽ 4 ഭാഗത്ത് ദീനെത്തിച്ച മഹാന്മാരായ മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ ഉസ്താദായ റബീഅത്തുർ റൈഇ റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതനെ വീട്ടിൻ്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് അന്താരാഷ്ട്ര ലോകം വരെ എത്തുന്ന പണ്ഡിതനാക്കിയത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഉമ്മയായിരുന്നു. നിങ്ങൾക്ക് ആ ഉമ്മയാവാൻ കഴിയുമോ എന്നാണ് ഈ പരിപാടി ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം. ആ ഭാര്യ മോനെ ആലിമാക്കുമ്പോൾ അതിന് 100 സപ്പോർട്ട് നൽകിയ ഫറൂഖ് എന്ന ഭർത്താവാൻ നമുക്ക് കഴിയുമോ എന്നും ചോദ്യത്തിൻ്റെ ഉള്ളിലൊരു ചോദ്യമുണ്ട് കൂട്ടുകാരെ. നമ്മുടെ ഖബറൊന്ന് സ്വർഗമാവണം, നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയണം. അതിന് നമ്മുടെ ഏറ്റവും വലിയ സ്വത്തായ മക്കളൊന്ന് നന്നായി കിട്ടണം. നിന്റെ മോനതാ റോഡ് സൈഡിൽ കള്ളു കുടിച്ച് കിടക്കുന്നു, നിന്റെ മോളതാ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു എന്ന് നമ്മൾ ദുനിയാവിൽ കേൾക്കേണ്ടി വന്നാൽ എന്തിന് നമ്മൾ ജീവിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മുടെ കുടുംബത്തിന് അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇനി ദുആ ചെയ്യാൻ സാദാത്തുക്കളുണ്ട്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലിയത്തുള്ള മജ്ലിസാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.